കത്തനാർ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ മേക്കിംഗ് എന്നൊക്കെ പറയുന്നത് മലയാളം ഇൻഡസ്ട്രി കാണുന്നതിനേക്കാൾ ആദ്യമായിട്ട് കാണുന്ന അത്രയും അടിപൊളി മേക്കിംഗ് ഒക്കെയാണ്. ഇന്ത്യൻ സിനിമയിലെ ഒരു മഹാത്ഭുതം, ലോക സിനിമയ്ക്കുള്ള ഒരു വലിയ കോൺട്രിബ്യൂഷൻ. ബിഗ് ബോസിന്റെ 2 സീസണിന്റെ ഡയറക്ടർ ആയിരുന്നു. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ മത്സരാർത്ഥികൾ അവിടെ നടക്കുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് അവരവിടെ ചെയ്യുന്നത്. ടാബ്ലറ്റ് കൊടുക്കുന്നു, മെന്റലി ഹറാസ് ചെയ്യുന്നു എന്ന് പലതരത്തിലുള്ള കമന്റ്സുകൾ പുറത്ത് വരുന്നുണ്ട്. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം അല്ലേ പറയുന്നത്? അവരുടെ കഞ്ഞി ബിഗ് ബോസ് തന്നെയല്ലേ? ഒരു ക്യാമറ മുമ്പിൽ വെച്ച് ഒരാൾ പറയുമ്പോൾ ഇതിന് പല പല ഉദ്ദേശങ്ങളുണ്ട്. ഈ പറയുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം. ലാലേട്ടന്റെ കൂടെ ഒരുപാട് സിനിമകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമ ഞങ്ങൾ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാ? മമ്മൂക്ക ചെയർമാനായിരുന്ന ആ സ്ഥാപനത്തിൽ 2.5 വർഷം വർക്ക് ചെയ്തായിരുന്നു ഞാൻ. വ്യക്തിപരമായ ബന്ധങ്ങളും പ്രൊഫഷനും തമ്മിലൊരു കൂടിക്കൊഴലില്ല. സിനിമയുടെ ഒരു സ്വഭാവം അതാണല്ലോ. ബന്ധങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ സിനിമാ മേഖലയിൽ? നമ്മൾ 3-4 പേര് വട്ടത്തിലിരുന്നത് മാറിയിട്ട് ഇന്നിപ്പോൾ നമ്മളുടെ ഒപ്പം ഇരിക്കുന്ന കമൽഹാസൻ സാറും ബോളിവുഡിലെ രൺബീർ കപൂറും മറ്റാൾക്കാരൊക്കെയാണ് നമ്മുടെ ചർച്ചകളിൽ നടന്മാരുടെയും സംവിധായകരുടെയും ഒപ്പം ഇരിക്കുന്നത്. പക്ഷേ എല്ലാ കാലത്തും മലയാള സിനിമ അന്നത്തെ ഈ പറയുന്ന ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലുതാക്കിയിട്ടുണ്ട്. നമസ്കാരം, സെല്ലുലോയിഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. നമ്മളുടെ കൂടെ ഇന്നുള്ളത് ഒരു സിനിമാ സംവിധായകനാണ്. ശരിക്കും സംവിധായകനേക്കാൾ ഉപരി അഭിനയത്തിലായിരിക്കും, ആ ഒരു ഫീൽഡിലായിരിക്കും നമുക്ക് കണ്ടു പരിചയം. ഈ പോലീസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓടി വരുന്ന മുഖം ഇദ്ദേഹത്തിന്റെ ആയിരിക്കും. ശ്രീകാന്ത് മുരളി. ശ്രീകാന്ത് ഏട്ടാ, സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വലിയ വിശേഷങ്ങളാണ്. ധാരാളം സിനിമകൾ നടക്കണം. അതിൽ ചില സിനിമകളിലൊക്കെ നമുക്ക് ഭാഗമാകാൻ പറ്റുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മലയാളി പ്രേക്ഷകർ ആദ്യം പോലീസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓടി വരുന്ന ഒരു മുഖമാണ് ശ്രീകാന്ത് ഏട്ടൻ്റെത്. ശരിക്കും യഥാർത്ഥ പോലീസായിരുന്നെങ്കിൽ റിട്ടയർഡ് ആവേണ്ട സമയമായി അല്ലേ? ഒരു കുറച്ച് വർഷമൊക്കെ കഴിഞ്ഞാൽ റിട്ടയർ ആവും. കുറച്ച് വർഷമൊക്കെ കഴിയും റിട്ടയർ ആവാൻ. ഈ പോലീസ് സ്റ്റേഷനുകൾ മാത്രം കിട്ടുന്ന ഒരു ഇതെന്തുവാണ്? പോലീസ് മാത്രമല്ല, ഡോക്ടർ ആവുന്നുണ്ട്, പള്ളിയിലച്ചനായിട്ടുണ്ട്, പിന്നെ വക്കീലായിട്ടാണ് കുറേയേറെ പേര് നമ്മളെ കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ നടന്മാരുടെ ഏറ്റവും വലിയ ചലഞ്ച് ടൈപ്പ് കാസ്റ്റ് എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാനുള്ളതാണ്. പലരും ഡിസ്കഷൻസിൽ പറയാറുണ്ട്, വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഒരേ കഥാപാത്രം വന്നാൽ അത് പിടിക്കണോ, അത് ചെയ്യണോ എന്നൊക്കെ സംശയിക്കാറുണ്ട്. ഞാനപ്പോൾ ആ ഡിസ്കഷനിലേക്ക് ഞാൻ എടുക്കാറുള്ള നിലപാടെന്താ വെച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന കഥാപാത്രമേ ഞാൻ അവതരിപ്പിക്കുള്ളൂ. അത് ഒരു നടനും അങ്ങനെ പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പോൾ നമുക്ക് കിട്ടുന്ന 12ാമത്തെ പോലീസാണെങ്കിൽ അതിനു മുമ്പുള്ള 11 പോലീസും അല്ലാത്ത 12ാമത്തെ വേറൊരു പോലീസിനെ തപ്പിയെടുത്ത് അത് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതൊരു ചലഞ്ചായിട്ട് എടുക്കാനുള്ളതാണ്. അങ്ങനെയാണ് നിറയെ പോലീസുകൾ വരുന്നത്. ഇനിയുണ്ട് ഒരു 6-7 പോലീസുകൾ ഇനിയും ജനങ്ങൾ കാണാനിരിക്കുന്നുണ്ട്. അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ്. പിന്നെ ഇതൊക്കെ ഈ പറയുന്ന പോലെ നമുക്ക് അവസരം കിട്ടുമ്പോൾ അവസരം കിട്ടാത്ത എത്രയോ പേർ പുറത്തുണ്ട്. അപ്പം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ കിട്ടുന്ന ഓരോ അവസരങ്ങളെയും ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുക. അതാണ് ഒരാൾക്ക് ചെയ്യാൻ പറ്റുക. കലാകാരൻ മാത്രമല്ല, അവസരങ്ങളാണ് നമുക്ക് കിട്ടുക. ആ അവസരങ്ങളിൽ ഏറ്റവും ഭംഗിയായ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഈ വളർന്നു വരുന്ന തലമുറ ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ്. നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ കഴിവ് കാണിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ നമുക്കുണ്ട്. പക്ഷെ അവർക്ക് അവസരങ്ങൾ കുറവാണ് സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ. ആ ഒരു ഇതെങ്ങനെയായിരിക്കും, അവരെങ്ങനെയായിരിക്കും ഇതിലേക്ക് എടുക്കുന്നത്? എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രസൻസും ഒക്കെ നോക്കിയിട്ടാണ്, അവരുടെ പെർഫോമൻസ് അത് കണ്ടിട്ടാണ്, അതിൽ നിന്നാണ് സിനിമയിലേക്കുള്ള എൻട്രീസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി അവരുടെ കഴിവ് തെളിയിച്ചിട്ട് അത് കണ്ടിട്ട് ധാരാളം പേരെ ഞാനും ഒക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഇൻസ്റ്റാ ഹാൻഡിലുകളാണ് ഞാൻ പലർക്കും ഫോർവേഡ് ചെയ്യാറ്. അപ്പോൾ അവിടെയും ഈ മത്സരമുണ്ട്. മത്സരം എല്ലാ കാലത്തും ഉണ്ട്. പണ്ടുള്ള ഫോർമാറ്റിലല്ല, ഇപ്പോൾ കുറച്ചുകൂടി പുതിയ ടെക്നോളജി ആണെന്നല്ലേ ഉള്ളൂ. മുൻപൊക്കെ നമുക്ക് ഫിസിക്കലി പോകണം ഒരു ഇൻ്റർവ്യൂവിന്. ഇന്നിപ്പോൾ അതില്ലല്ലോ. ഇന്നിപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ റീൽസ് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിനെ അങ്ങനെ കാണാന്നുള്ളതാണ്. പിന്നെ സിനിമയാണ് അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ ആണ് നമ്മുടെ മേഖല തീരുമാനിച്ചെങ്കിൽ ഇത്തരത്തിലുള്ള ചലഞ്ചസിനെ കൂടി നമ്മൾ ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് നമ്മൾ ആ നിലയ്ക്ക് എടുക്കാന്നുള്ളൂ. തന്നെയല്ല, മുൻപുള്ളതിനേക്കാൾ കൂടുതൽ സിനിമകൾ ഉണ്ടാവുന്നുള്ളൂ. ഇപ്പോൾ ഒരു വർഷം 20 സിനിമകളും 18 സിനിമകളും 15 സിനിമകളും മാത്രം ഉണ്ടായിരുന്ന മലയാള സിനിമ ഇപ്പോൾ 170 സിനിമയും 200 സിനിമയുമാണ് ഒരു ഒരു വർഷം ഉണ്ടാവുന്നത്. അതിൽ സൂപ്പർ സ്റ്റാർ സിനിമകൾ വിരലെണ്ണാവുന്നതാണ്. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ പുതിയ ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പടങ്ങളാണ്. അപ്പം നിറയെ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അതിൽ അമിന പറഞ്ഞതുപോലെ അതിൽ വലിയൊരു ശതമാനവും പ്രധാന കഥാപാത്രങ്ങളായി പോലും
ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ വരുന്നുണ്ട്. പിന്നെ പരസ്യ മേഖലയിലും ഇപ്പോൾ ഞാൻ പരസ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പരസ്യ മേഖലയിലും ഇപ്പം മുൻപുള്ളതിനേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചുകൊണ്ട് പരസ്യം സിനിമ പ്രൊമോഷൻസ് ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ്. ഇത് എത്രമാത്രം എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് ഞാൻ പറഞ്ഞത്. ആ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ആൾ വിജയിക്കും. അപ്പൊ ഈ ബന്ധങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ സിനിമാ മേഖലയിൽ? എല്ലാ തരത്തിലുള്ള ഇത്തരത്തിലുള്ള സിനിമയും ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഇതിലും ഈ പറയുന്ന പോലെ കൃത്യമായൊരു ആവശ്യത്തിനാണ് നമുക്ക് ഒരാളുടെ അടുത്തേക്ക് ചെല്ലേണ്ടി വരിക, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ വിളിക്കുക കൃത്യമായ അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതിനെ ആ നിലയ്ക്ക് കാണുക എന്നുള്ളതാണ്. പിന്നെ അൾട്ടിമേറ്റ്ലി സിനിമയും ഇതുപോലുള്ള പരിപാടികളും ഒരു അപ്ലൈഡ് ആർട്ട് ഫോം ആണെങ്കിൽ കൂടിയും ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് വൈകാരികമായ പരിപാടികൾ തന്നെയാണ്. അപ്പോൾ അതിനെ അങ്ങനെയും ഇതിനെ ഇങ്ങനെയും, അതായത് ഇതിൻ്റെ ഒരു ബിസിനസ് ആസ്പെക്റ്റും ഇതിൻ്റെ ഒരു പ്രായോഗികതയും ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള മറ്റു വശങ്ങളെയും അതേസമയത്ത് തന്നെ ഇമോഷണൽ പരിപാടികളെയും രണ്ടും ഒരുപോലെ മനസ്സിലാക്കിക്കൊണ്ട് പോകുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അൾട്ടിമേറ്റ്ലി നമ്മളെ അറിയുക, ഞാൻ ബന്ധങ്ങൾ എന്നുള്ളതിനൊക്കെ കൂടുതൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ പറ്റും, ഇവനെ കൊണ്ട് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്ന് അറിയുന്നത് എപ്പോഴും നല്ലതാണ്. ആ നിലയ്ക്ക് നമ്മൾ ബന്ധങ്ങളെ കാണുക എന്നുള്ളതാണ്. എന്നെ ഉപയോഗപ്പെടുത്തേണ്ട ആൾ അൾട്ടിമേറ്റ്ലി സിനിമയാണ് ലക്ഷ്യമെങ്കിൽ പിന്നെ അടുത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് വളരുന്നെങ്കിൽ വളർന്നോട്ടെ. പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അറിയാൻ ഈ ബന്ധങ്ങൾ സഹായിക്കും. അതുകൊണ്ട് ഒരു നെറ്റ്വർക്കിംഗ് എന്നുള്ള നിലയ്ക്കാണ് ബന്ധങ്ങളെ ഉദ്ദേശിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നെറ്റ്വർക്കിംഗ് വളരെ പ്രധാനമാണ് സിനിമയ്ക്ക്. അതിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് നമ്മളും വളരും. തന്നെയല്ല, മലയാള സിനിമയ്ക്ക് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശ്രദ്ധ കിട്ടുന്ന ഒന്നായി നമ്മളെന്താണ്, എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്, നമ്മൾ ഏത് പുസ്തകമാണ് വായിക്കുന്നത് എന്നൊക്കെയാണ് അല്ലേ പല ഇൻ്റർവ്യൂസിലും ഇതുപോലെയുള്ള ഇൻ്റർവ്യൂസിൽ പല പ്രഗത്ഭരായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര അഭിമാനം തോന്നുന്ന കാര്യം. അപ്പോൾ നമുക്ക് ആ തരത്തിൽ നമ്മുടെ ബന്ധങ്ങളെ വളർത്താനും ഇൻഡസ്ട്രി അതിലൂടെ വളർത്താനും, ഇപ്പം നമ്മുടെ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള നമ്മൾ വിളിച്ചിരുന്ന ലോക്കൽ നടന്മാരിൽ പല ആൾക്കാരും ഇപ്പം ഗ്ലോബൽ ആർട്ടിസ്റ്റുകളായിട്ട് മാറി. ഫഹദ് ഫാസിലിനെ പോലെയും പൃഥ്വിരാജിനെ പോലെയും ഒക്കെ ഉള്ളവർ, പിന്നെ ലാൽ സാറിനെ പോലെയും മമ്മൂക്കയെ പോലെയുള്ള ആൾക്കാർ ഇപ്പോൾ ഓഫ് കോഴ്സ് ഈ ഏറ്റവും അടുത്തിറങ്ങിയ ഉല്ലജ് എന്ന സിനിമയിലെ ഏറ്റവും പ്രധാന കഥാപാത്രം വഹിച്ചിട്ടുള്ളത് നമ്മുടെ റോഷൻ മാത്യു ആണ്. അതിഗംഭീരമായിട്ട് കഥാപാത്രം വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കോവിഡ് ടൈമിൽ മലയാള സിനിമയ്ക്ക് കിട്ടിയിടത്തോളം ശ്രദ്ധ വേറെ ഏത് സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. തന്നെയല്ല, ദൃശ്യം പോലുള്ള സിനിമകൾ മറ്റ് ഭാഷകളിലേക്ക് ജാപ്പനീസിലേക്കും ഒക്കെ അത് വാങ്ങിയെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനു മുമ്പ് 13B എന്ന് പറഞ്ഞ തമിഴിലിറങ്ങിയ സിനിമ യാവരം നിലം എന്ന സിനിമയ്ക്ക് ഹോളിവുഡിലേക്കാണ് എൻ്റെ റൈറ്റ്സ് വാങ്ങിയിട്ട് പോയത്. അപ്പോൾ അതെല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. ആ നിലയ്ക്കാണ് ബന്ധങ്ങളെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ആ നെറ്റ്വർക്കിങ്ങിലൂടെ സിനിമ വളരുന്നു. ഈ മുൻപ് നമ്മൾ അത് അറിയാവുന്നവർക്കറിയാം, നമ്മൾ 3-4 പേര് വട്ടത്തിലിരുന്നത് മാറിയിട്ട് ഇന്നിപ്പോൾ നമ്മളുടെ ഒപ്പം ഇരിക്കുന്നത് കമൽഹാസൻ സാറും അല്ലെങ്കിൽ ബോളിവുഡിലെ രൺബീർ കപൂറും മറ്റാൾക്കാരൊക്കെയാണ് നമ്മുടെ ചർച്ചകളിൽ നമ്മുടെ നടന്മാരുടെയും സംവിധായകരുടെയും ഒപ്പം ഇരിക്കുന്നത്. അത് ഭയങ്കര അഭിമാനമുള്ളതാണ്. പിന്നെ എല്ലാ കാലത്തും അത്തരത്തിലുള്ള നെറ്റ്വർക്ക് കൊണ്ടാണ് മലയാള സിനിമ, കേരളം എന്ന് പറയുന്നത് ചെറിയ നാടല്ലേ, പക്ഷേ എല്ലാ കാലത്തും മലയാള സിനിമ ലോകത്തിൻ്റെ ശ്രദ്ധ അന്നത്തെ ഈ പറയുന്ന ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലുതാക്കിയിട്ടുണ്ട്. അടൂർ സാറിൻ്റെയും അരവിന്ദൻ സാറിൻ്റെയും ഒക്കെ സിനിമകൾ, അതിനു മുമ്പുള്ള ബക്കർ സാറിൻ്റെയും KG ജോർജ് സാറിൻ്റെയും ഒക്കെ സിനിമകൾ പല ലോകത്ത് ചർച്ചയായിട്ടുണ്ട്. അതിലൂടെ നമ്മളുടെ സിനിമകളെ അവിടെയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അവർ ആഗ്രഹിച്ചിട്ടുണ്ട്. അതൊക്കെ ബന്ധങ്ങൾ വഴിയാണ്. ഇമോഷണൽ പരിപാടി മാറ്റി നിർത്തിയാൽ അതിലൊരു ഭാഗ്യം എന്ന് പറയുന്ന ഒരു വാക്ക് കൂടി കൂട്ടിച്ചേർത്താലോ? അങ്ങനെ വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ ഈ ഭാഗ്യം എന്നുള്ള വാക്ക് ഭയങ്കരമായിട്ട് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സാധനമാണ്. നമ്മളുടെ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ളൊരു എഫേർട്ടാണ് നമ്മളെ ഒരിടത്തേക്ക് കൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ അതിനും ഒരു വിധി എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ ഭയങ്കര കോമഡിയാണ്. ഈ വിധിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണെന്നാണ് എൻ്റെ പരിമിതമായിട്ടുള്ള ഒരറിവിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത ഒരു പ്രവൃത്തി, നമ്മളെടുത്തൊരു ജോലി, അതിനെടുത്തൊരു എഫേർട്ട്, അത് കൺവേർട്ട് ചെയ്ത് പിന്നീട് റിസൾട്ടിലേക്ക് എത്തുന്നതാണ്. എത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അവിടെയാണ് ഈ ഭാഗ്യം എന്ന് പറയുന്ന ജാർഗൻ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ശരിക്കും നമ്മളൊരു ആലങ്കാരികമായിട്ട് ഉപയോഗിക്കുന്നൊരു പദമായിട്ടാണ് ഞാൻ ഭാഗ്യത്തെ കാണുന്നത്. അത് പിന്നെ ഈ പറയുന്ന നമ്മുടെ ആത്മവിശ്വാസം ഇല്ലായ്മയൊക്കെ ഇതിൽ കണക്റ്റഡ് ആണ്. ഒരു നല്ല കാര്യം നടന്നാൽ അത് ഭാഗ്യവും, മോശം കാര്യം അത് നമ്മുടെ വിധി എന്ന് പറഞ്ഞ് സമാധാനിക്കുന്ന. അതെ, അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ട് മാറ്റി പിടിക്കണം. ചേട്ടൻ പരസ്യങ്ങൾ ചെയ്തു തുടങ്ങി, പിന്നീട് അഭിനയത്തിൽ വന്നു. പ്രിയദർശൻ സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ടായിരുന്നു ആദ്യം
വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ധൈര്യമാണോ സംവിധാനത്തിലേക്ക് വരുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഒരു സംവിധായകൻ്റെ കൂടെ പണിയെടുക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം, അതും പ്രിയദർശൻ സാറിനെ പോലെ ഒരു ലെജൻഡറി ആയിട്ടുള്ള ആളോട് പണിയെടുക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം തീർച്ചയായിട്ടും സ്വന്തമായിട്ട് സിനിമകൾ ചെയ്യണം തന്നെയാണ്. ശരിക്കും ഈ ആഗ്രഹങ്ങളുടെയൊക്കെ തുടക്കത്തിന് കൃത്യം ഒരു ക്ലാരിറ്റി ഒന്നുമില്ല. കാരണം അത് ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥയല്ല. നമ്മുടെ കുട്ടിക്കാലത്ത് സിനിമ എത്രയോ ദൂരെയാണ്. നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കോണ്ടാക്ട്സ് ഒന്നും നമുക്ക് അന്നില്ല. നമ്മൾ തന്നെ വഴിവെട്ടി തെളിച്ച് പോകണം. അപ്പോൾ ആ ചലഞ്ചുകൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് എന്താവണം, അല്ലെങ്കിൽ എവിടെ വരെ എത്താൻ പറ്റും, എനിക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും എന്ന് പറഞ്ഞ ആശങ്കകളുണ്ടായിരുന്നു. പക്ഷെ അടിസ്ഥാനപരമായ ആഗ്രഹം ക്യാമറയുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ സാറിനെ പോലെ ഒരാൾ. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഒരു സിനിമ 2 സിനിമ ഒക്കെ കഴിയുമ്പോൾ തന്നെ സിനിമ ചെയ്യാൻ പ്രാപ്തരാകുന്നു എന്നാണ് പൊതുവെ കാണുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ എത്രയോ നാൾ കൂടെ നിൽക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു ശൈലി. പക്ഷെ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിരുന്നത് സംവിധായകനാവുക എന്നുള്ള ആഗ്രഹം തന്നെയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ക്യാമറയുടെ മുമ്പിലേക്ക് എത്തിയത്. പക്ഷേ അതിനും ഇന്നും ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയൊരു പോപ്പുലാരിറ്റിയാണ് ഇപ്പോൾ എന്നെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ എനിക്ക് ഗുണമായത്, എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ അവരോടൊക്കെ ഞാൻ പറയാം, ഞാൻ എത്രയോ നാളൊരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചു എന്ന് തന്നെയാണ്. കാരണം അന്ന് ആർട്ടിസ്റ്റുകളോട് പറയുന്നതും അവർക്ക് കൊടുക്കുന്ന ബ്രീഫും അവർ പെർഫോം ചെയ്യുന്നതും അതിനെ ഡയറക്ടർ കറക്റ്റ് ചെയ്യുന്നതൊക്കെ അടുത്ത് നിന്ന് കാണുമ്പോൾ, ലെൻസിന് വേണ്ടി അഭിനയിക്കുന്നത് കാണുമ്പോൾ, ആക്ഷൻ കണ്ടിന്യൂറ്റിയും കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റിയും നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിനിമയുടെ മറ്റെല്ലാ ടെക്നീഷ്യൻസും മാറി നിന്നിട്ട് ഒരാളിലേക്ക് ഇതെല്ലാം മാറുന്നൊരവസ്ഥയുണ്ട്. ഒരു തിരക്കഥാകൃത്ത് എപ്പോഴോ ഇരുന്ന് എഴുതിയൊരു കഥ പിന്നീട് എത്രയോ നാളത്തെ അധ്വാനം കൊണ്ടാണ് സിനിമയാവുന്നത്. ആ സിനിമയാവുന്നതിന് കാരണമാകുന്ന അത് നടന്മാരും നടിമാരുമാണ്. അപ്പോൾ എല്ലാവരുടെയും എഫേർട്ട് ഒടുവിൽ നമ്മളിലേക്ക് മാത്രം അർപ്പിച്ചിട്ട് അവർ മാറി നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ അത് ശരിക്കും അതിൻ്റെ ഒരു പ്രാധാന്യം, ഒരു നടനാവേണ്ടുന്നതിൻ്റെ, ഒരു പെർഫോമർ ആവുന്നതിൻ്റെ, ഒരു കഥാപാത്രമാവുന്നതിന് അത്ര കണ്ട് പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതാണ് പിന്നീട് നടനായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ എന്നെ സഹായിച്ചത്. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഒരു സംവിധാന സഹായിയായി എത്ര നാൾ വർക്ക് ചെയ്തോ അതാണ് എനിക്ക് ക്യാമറയുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. പ്രിയദർശൻ സാർ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? സാറിൻ്റെ ആ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പിന്നിൽ നിൽക്കുക ഇതിൻ്റെ എല്ലാത്തിൻ്റെയും, മ്യൂസിക്കിൻ്റെയും ലിറ്ററേച്ചറിൻ്റെയും പെർഫോമൻസിൻ്റെയും ഇതിൻ്റെ ടെക്നിക്സിൻ്റെയും ക്യാമറയുടെയും പിന്നെ ടെക്നോളജിയും ഒക്കെ അതിൻ്റെ പിന്നാലെയായിരുന്നു നമ്മുടെ യാത്ര. തന്നെ സംവിധാനം ചെയ്യൽ മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതേസമയത്ത് തന്നെ സാറിൻ്റെ സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ്, അത് ചന്ദ്രലേഖ മുതൽ നിങ്ങൾക്ക് തന്നെ കാണാം, ആ പടങ്ങളിലൊക്കെ ഉണ്ട്. ഞാൻ മാത്രമല്ല, സാറിൻ്റെ എല്ലാ അസിസ്റ്റൻസും ഉണ്ട് ആ സിനിമകളിലൊക്കെ ഉണ്ട്. രാജ്കുമാറിനെയും നമ്മുടെ ഇപ്പോഴത്തെ വലിയ സംവിധായകനായ 24-ഉം യാവരും നിലമൊക്കെ ചെയ്ത് വിക്രം കെ കുമാറിനെയും രാജേഷിനെയൊക്കെ നിങ്ങൾക്ക് സിനിമകളിൽ കാണാം. ഞങ്ങളൊക്കെ പല വേഷങ്ങൾ കിട്ടി പലയിടങ്ങളിലുണ്ട്. അത് ചിലപ്പോൾ ചില ആവശ്യങ്ങൾ വരുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ടൈമിങ്ങിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഇവിടെ താൻ പോയി ചെയ്യേ, ഒന്ന് പോയി നിൽക്കാം അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പോയി നിൽക്കും. അങ്ങനെ എല്ലാ സിനിമകളിലും ഉണ്ട്, എന്നെ കാണാൻ പറ്റും. ഞാൻ ഓരോ ഫ്രെയിംസും ഫ്രീസ് ചെയ്ത് കാണാം. അതൊക്കെ ആവശ്യം കൊണ്ടായിരുന്നു. അതൊക്കെ നമ്മളിലുള്ള വിശ്വാസം കൊണ്ടും ടൈമിങ് തെറ്റിക്കുന്നവർ അപ്പുറത്തുണ്ടാവുന്ന സാഹചര്യത്തിൽ ഇവൻ കറക്റ്റ് സമയത്ത് നമ്മൾ വഴക്കും കേൾക്കാറുണ്ട്. തന്നെ വിശ്വസിച്ച് തന്നെ കറക്റ്റായിട്ട് ചെയ്തില്ലല്ലോ, അത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആക്ടിങ്. പക്ഷേ ആക്ടിങ് ഒരു പ്രൊഫഷനാക്കി എടുക്കൽ പോലും എത്രയോ കഴിഞ്ഞാണ്. ഈ ആക്ഷൻ ഹീറോ ബിജുവിൽ ഞാൻ അന്ന് പോകുന്നതും അന്ന് പെർഫോം ചെയ്യുന്നതൊക്കെ അന്ന് വൈകുന്നേരം തിരിച്ച് വീണ്ടും പിറ്റേന്ന് രാവിലെ ചെയ്യേണ്ട ഒരു പരസ്യത്തിൻ്റെ പ്രസൻറ്റേഷന് വേണ്ടി ഞാൻ തിരിച്ചു പോരുന്നത്. അപ്പോൾ ആ സിനിമ ചെയ്യുമ്പോഴും എനിക്കൊരു പ്രതീക്ഷയില്ല എനിക്ക് പിന്നീട് അവസരങ്ങൾ കിട്ടുന്നത്. പക്ഷേ എബ്രിഷൈൻ എന്ന സംവിധായകൻ എന്നോട് ആ ഷോട്ട് കഴിഞ്ഞ് ക്യാമറ പുറത്തേക്ക് മാറുമ്പോൾ എന്നോട് പറഞ്ഞു, ശ്രീകാന്ത് ജി താനൊരു റൗണ്ട് കലക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചു, താൻ കണ്ടോ ഈ സിനിമ റിലീസായി കഴിയുമ്പോൾ കണ്ടോ എന്ന് പറഞ്ഞത് ഫലിച്ചു. ആ സിനിമ റിലീസാവുന്നതിൻ്റെ അതേ സമയത്ത് തന്നെയാണ് എന്നെ ശ്യാം പുഷ്കരൻ വിളിച്ചിട്ട്, ശ്യാമൊക്കെ എത്രയോ നാളത്തെ ബന്ധമുണ്ട്, ആഷിക പൂക്കർ നല്ല ബന്ധമുണ്ട്. അപ്പോൾ ശ്യാം വിളിച്ചിട്ട്, ചേട്ടാ ഒരു പരിപാടിയുണ്ട്, വിളിക്കുമ്പോൾ വരണം എന്ന് ആ സിനിമ കണ്ടാണ് എന്നെ വിളിച്ചത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചേട്ടാ ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണത്, അല്ലാണ്ട് അഭിനയിക്കാൻ ആഗ്രഹിച്ച് അല്ല. പക്ഷേ അത് മുഴുവനായും സത്യമല്ല. കാരണം സിനിമയിലേക്ക് നമ്മൾ ആകർഷിതരാകുന്നതൊക്കെ സിനിമ കാണുന്നതല്ലേ. അപ്പോൾ അതിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ് സിനിമയിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കിയാൽ കുട്ടിക്കാലത്ത് തന്നെ സിനിമ ഓപ്പോൾ എന്ന സിനിമ, ഓപ്പോൾ ബാലഗംഗാധര സാറിനും ഒക്കെ അവാർഡ് കിട്ടിയ സിനിമ, ആ സിനിമയാണ് ഏറ്റവും ആദ്യം പെർഫോമർ എന്ന നിലയ്ക്ക് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്. മാസ്റ്റർ അരവിന്ദൻ്റെ ആ കുട്ടി കഥാപാത്രം. പിന്നെ അന്ന് ഇറങ്ങിയ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ 3D ഫിലിം
മൈഡിയുടെ കുട്ടിച്ചാത്തൻ. ആ സിനിമയെ കാണുമ്പോൾ നമ്മുടെ പ്രായത്തിലൊരാൾ കരുത്തിൽ കറുത്ത ചരടും കെട്ടി ഓടി നടക്കുന്നത് കാണുമ്പോൾ ഞാൻ വീട്ടിൽ മൂലക്കിലൊക്കെ പോയി കറുത്ത ചരട് കെട്ടി വള്ളിനിക്കരക്കിട്ട് പോയിരുന്നിട്ടുണ്ട്. അതിലൊക്കെ കയറാൻ ശ്രമിക്കുക, പല പരിപാടികളും ചാട്ടവും മറിച്ചിലൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒത്തിരി ഗോഷ്ഠികൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എക്സൈറ്റ്മെന്റ് ആണ്. പിന്നെ ഒത്തിരി കഥകളുണ്ട്, അതിപ്പം പറഞ്ഞാൽ തീരില്ല. നമ്മൾ മൈക്കൽ ജാക്സനെയൊക്കെ അന്ന് ഏതോ ഒരു സാഹചര്യത്തിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് നമ്മൾ TV വന്ന കാലത്ത് മൈക്കൽ ജാക്സനെ കാണുമ്പോൾ പിന്നീട് കുറേ നാളത്തേക്ക് നമുക്ക് ഇംഗ്ലീഷ് പാട്ടുകൾ അല്ലെങ്കിൽ മൈക്കൽ ജാക്സന്റെ പാട്ടുകളെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അദ്ദേഹത്തിന്റെ ആസ് എ പെർഫോമർ അദ്ദേഹം എത്രമാത്രം വലുതാണെന്ന് നമുക്കറിയില്ല. എവിടെ നിന്ന് നോക്കി കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻസ് മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ പിന്നീട് പറമ്പിലൊക്കെ നടന്നു പോകുമ്പോഴൊക്കെ റെയിൻകോട്ടും തൊപ്പിയൊക്കെ ഉണ്ടാവും. മഴയത്ത് കൃഷിപ്പണിക്ക് പോകാനായിട്ട് അച്ഛനൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള തൊപ്പിയൊക്കെ ഉണ്ട്, പ്ലാസ്റ്റിക് തൊപ്പി. ആ തൊപ്പിയൊക്കെ എടുത്ത് വെച്ച് റെയിൻകോട്ടൊക്കെ എടുത്ത് നമ്മൾ ഡാൻസ് ചെയ്യാറുണ്ട് റോഡിൽ നിന്ന്. അപ്പോഴും നമുക്ക് അറിയില്ല ഇത് എങ്ങോട്ടാണ് എത്തുന്നതെന്ന് അറിയില്ല. തീർച്ചയായിട്ടും ആ നിലയ്ക്ക് ഈ പെർഫോമർ. പിന്നെ ഞാൻ കഥകളി കുറച്ച് പഠിച്ചിട്ടുണ്ട്, കുറച്ച് വേഷങ്ങൾ കഥകളി ചെയ്തിട്ടുണ്ട്. അപ്പം സാധാരണ എൻ്റെ കൂട്ടുകാരുടെ കുട്ടിക്കാലം ആയിരുന്നില്ല എൻ്റേത്. അവരൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ഞാൻ ആ സീസണിൽ വൈകുന്നേരം കഥകളി അഭ്യസിച്ചിട്ട് കഥകളിക്കാൻ പോയിരുന്നത്, അല്ലെങ്കിൽ ആശാൻ്റെ കൂടെ പോകും. അപ്പോൾ ധാരാളം ഇടങ്ങളിൽ ആശാൻ്റെ കൂട്ടത്തിൽ അസിസ്റ്റൻ്റായിട്ട് പോകുമ്പം ഏതെങ്കിലും ഒരിടത്ത് 1-2 വേഷങ്ങൾ ചെയ്യാൻ അവസരം കിട്ടും. അപ്പം അന്ന് മുതൽ പിന്നെ മോണോ ആക്റ്റും ഒക്കെ അങ്ങനെയുള്ള ചില പരിപാടികൾ സ്കൂളിലുണ്ടായിരുന്നു. ഞാൻ കഥകളി പെർഫോമറാണ്. അയ്യോ അത് താടിയൊക്കെ നേടി ഈ ഒരു അപ്പിയറൻസിലല്ല അത് കാണിക്കേണ്ടത്. ഞാൻ ആ ആർട്ടിനോട് ചെയ്യുന്ന ഒരു നിന്നയായിരിക്കും, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല. നമുക്ക് അതിനു വേണ്ടി തീർച്ചയായിട്ടും വേറൊരു സെഷൻ ഇരിക്കാം. ഞാനൊരു വിദ്യാർത്ഥിയാണ് ഇപ്പോഴും. ഒരു 6 വർഷമാണ് ഞാൻ സ്കൂളിലും കോളേജിലും പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 3 മാസം ഒക്കെ വെച്ച് ഞാൻ കഥകളി പഠിക്കാൻ പോയത്. അപ്പോൾ ഞാൻ ഇപ്പോഴും കഥകളി അഭ്യസിച്ചവരുടെ ഇടയിൽ ഏറ്റവും ലോവർ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ ബേസിക്സ് മാത്രം അറിയാവുന്ന ആളാണ്. പക്ഷേ അതെനിക്ക് ഒത്തിരി പിന്നീടുള്ള എൻ്റെ യാത്രയിൽ സിനിമയുടെ കാര്യത്തിലായാലും ലിറ്ററേച്ചറിൻ്റെ കാര്യത്തിലായാലും അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും മേക്കപ്പിൻ്റെ കാര്യത്തിലായാലും ഒക്കെ കഥാപാത്ര നിർമ്മാണം, ഇപ്പോൾ ക്യാരക്ടർ ആർക്ക് എന്നൊക്കെ പറയില്ലേ, അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന നേരത്തെ എനിക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കുട്ടിക്കാലത്ത് പഠിച്ച, നമ്മൾ പോലും അറിയാതെ നമ്മൾ പഠിച്ച കഥകളിയാണ്. മനസ്സിൽ കയറിയ കാര്യമായിരിക്കും. ചേട്ടൻ സംവിധായകനായതിനു ശേഷം പ്രിയദർശൻ സാർ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നോ, അല്ലെ അപ്രിഷ്യേറ്റ് ചെയ്തിരുന്നോ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ഒരാൾ ആ നിലയിൽ എത്തിയപ്പോൾ? തീർച്ചയായിട്ടും ഞാൻ എല്ലാം എൻ്റെ കരിയർ വൈസ് നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ജീവിതത്തിലെ സന്തോഷങ്ങളൊക്കെ സങ്കടങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഈ സിനിമയെക്കുറിച്ചും സാറിനോട് പറഞ്ഞു, സാറ് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു. അതിലെ സിനിമ കണ്ടതിന് ശേഷം, സിനിമ സാറ് മദ്രാസിലാണ് സാറ് കണ്ടതിന് ശേഷം അപ്പോൾ തന്നെ എന്നെ വിളിച്ചിരുന്നു. ആ സിനിമയുടെ പോരായ്മകളും ആദ്യം ആ സിനിമ ചെയ്തതിന് ഒരു സിനിമ ചെയ്യാൻ പറ്റൽ എന്നതിനെക്കുറിച്ചൊക്കെ സാറ് പറഞ്ഞു, വളരെ ഹാപ്പി ആയിട്ട് പറഞ്ഞു. അതിനുള്ള സിനിമയുടെ നിർമ്മാണ ഘട്ടത്തിലൊക്കെ സാറിനോട് ഞാൻ സംസാരിച്ചിരുന്നു. അത് സ്വാഭാവികമാണ്. ഞാനിപ്പോഴും സാറുമായിട്ട് വളരെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ഈ വരുന്ന 3 ദിവസം കഴിഞ്ഞ് ഇറങ്ങാൻ പോകുന്ന മനോരഥങ്ങളുടെ 2 ഫിലിംസിൻ്റെയും മുഴുവൻ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിരുന്നു. ഞാൻ സാറിൻ്റെ കൂടെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചുമതലകൾ എന്നെയും പ്രധാനപ്പെട്ട ചുമതലകൾ എന്നെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ഇപ്പോഴും ആ ബന്ധം അങ്ങനെ ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക, ഭയങ്കര രസമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എപ്പോഴും ഒരു വിദ്യാർത്ഥിയുടെ മനസ്സുള്ള ആളാണ് പ്രിയൻ സാർ. എപ്പോഴും പുതിയ ഇൻഫർമേഷൻസ് ഏതുണ്ടെങ്കിലും അതിനെക്കുറിച്ച് വളരെ ക്യൂരിയസ് ആയിട്ട് വളരെ ശ്രദ്ധയോടെ കേൾക്കുകയൊക്കെ ചെയ്യുന്ന ശീലമുള്ള ആളാണ്. അപ്പോൾ തന്നെയല്ല, കാലം മാറുന്നതിനെക്കുറിച്ചും പുതിയ ജനറേഷൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും അതിൽ ആകുലപ്പെടുകയും ടെൻഷൻ അടിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടും. നമുക്കത് കിട്ടുമ്പോൾ നമുക്കും വലിയ പാഠമാണത്. അപ്പോൾ അതെ, ഓരോ പ്രാവശ്യത്തെ കാണലും അല്ലെ ഓരോ തവണത്തെ ഫോൺ കോൺവെർസേഷൻസ് ആയാലും നേരിട്ടുള്ള കോൺവെർസേഷൻസ് ആയാലും നമുക്ക് പുതിയ ഒത്തിരി പാഠങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ്. അതെൻ്റെ ഭാഗ്യമാണ്. അതിനെ ഞാൻ ഭാഗ്യം എന്ന് വിളിക്കും. അതിന് ഭാഗ്യം വിളിക്കാം. അപ്പോൾ ലാലേട്ടൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമ ഞങ്ങൾ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഞാൻ മേഘം എന്ന ഒരു സിനിമയാണ് പ്രിയൻ സാറ് മമ്മൂട്ടി സാറിനെ വെച്ച് ചെയ്തത്. അപ്പോൾ ആ ഒരു സിനിമയെ സാർ ആ സമയത്ത് ചെയ്തുള്ളൂ, അതുകൊണ്ടാണ് ആ ഒരു സിനിമയിൽ മാത്രമുള്ളത്. പക്ഷേ കൈരളി ചാനലിൻ്റെ തുടക്കത്തിലുള്ള പ്രൊഡ്യൂസേഴ്സിൽ ഒരാളാണ് ഞാൻ. മമ്മൂക്ക ചെയർമാനായിരുന്ന ആ സ്ഥാപനത്തിൽ 2.5 വർഷം വർക്ക് ചെയ്ത ആളാണ് ഞാൻ. സിനിമയുടെ ഒരു സ്വഭാവം അതാണല്ലോ, വ്യക്തിപരമായ ബന്ധങ്ങളും പ്രൊഫഷനും തമ്മിലൊരു കൂടിക്കുഴലില്ല. പിന്നെയുള്ളത്, ഞാൻ സ്വന്തം സംവിധാനം ചെയ്ത സിനിമയിൽ വിനീത് ശ്രീനിവാസനായിരുന്നു. പിന്നെ ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളൊന്നും മമ്മൂട്ടി സർ അഭിനയിച്ചിട്ടുള്ള മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള സിനിമകളൊന്നും എനിക്ക് അവസരം കിട്ടിയില്ല. അതുകൊണ്ട് കണ്ടില്ല എന്നേ ഉള്ളൂ, കാണുന്നില്ല എന്നുള്ളത്. ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും. അത് അങ്ങനെ ഒരു ചോദ്യമില്ലല്ലോ. അതൊരു വേറൊരു വൈബല്ലേ. ഇപ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യല്ലേ. ഇപ്പോൾ നമ്മളൊക്കെ സിനിമ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹവും പറയുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഞാൻ ഉൾക്കൊണ്ട ഒരു പാഠം, ഇപ്പോഴും ഒരു പുതിയ കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട്
ഒരു പുതിയ ക്യാരക്ടർ ചെയ്യാനായിട്ട് സാർ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യണം. നമുക്ക് ഇപ്പോഴും ഒരു പുതിയ കഥാപാത്രത്തെ വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് പെർഫോം ചെയ്യാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ പക്ഷേ അദ്ദേഹം ഈ കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ചും ഈ കഴിഞ്ഞൊരു ഒരു വർഷത്തിനിടയിൽ ഓരോ സിനിമകൾ കാണുമ്പോഴും എക്സ്പെരിമെൻസിനെയൊക്കെ അദ്ദേഹം എത്ര ഗംഭീരമായിട്ട് ഞാൻ സിനിമകളുടെ പേര് പറയുന്നില്ല, എല്ലാറ്റിനെയും അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ ഒരു വിസ്ഡമുണ്ട്, അനുഭവമുണ്ട്, ലെഗസി അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്തുകയാണ് ഒരു മനുഷ്യൻ. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുതലൊക്കെ ഒരു ചെറിയ സ്പേസ് ഒരു ഫ്രെയിമിൽ നിൽക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു ഭാഗ്യം. ഇപ്പോഴാണ് ഭാഗ്യം വാക്കിന്റെ വാക്കിന് ശരിക്കും ഓരോ വാക്കിനും കൃത്യമായിട്ടുള്ള അർത്ഥമുണ്ടല്ലോ. അപ്പൊ വിധി എന്ന് പറയുന്ന വാക്കിനും തീർച്ചയായിട്ടും വേണമെങ്കിൽ പറയാം. നമുക്ക് വേറെ വാക്കില്ല അവിടെ. ഈ ശരിക്കും അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് തോന്നണം. അങ്ങനെ ചില വാക്കുകളിലേക്ക് നമ്മൾ കഷ്ടപ്പെട്ടു പോകും. സത്യം. എന്തെങ്കിലും പറഞ്ഞു നിർത്താൻ പോവാം, അത് വിധിയായെന്ന് കൂട്ടാം. ആ ഒരു വാക്ക് പക്ഷെ നമ്മളവിടെ നിർത്താതിരുന്നാൽ മതി. നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്, അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ പ്രവൃത്തി പ്രാർത്ഥനയാവുക എന്നുള്ളതാണ്. നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എത്തരത്തിലുള്ള മൂവീസാണ് ഇനി പ്രേക്ഷകർക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹം? ഫീൽ ഗുഡ് ആണോ? ലൈക്ക് ഹോം പോലുള്ള സിനിമകൾ ചേട്ടൻ അഭിനയിച്ച് ഹോം പോലുള്ള ഫിലിമുകൾ അത്രയും ഫീൽ ഗുഡ്, ഒരു മകനും അച്ഛനും തമ്മിലുള്ള കണക്ഷൻ അത്രയും പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടേഴ്സ് ആയിരുന്നു അതിലുള്ളത്. അപ്പം അത്തരത്തിലുള്ള ഫിലിംസ് കൊടുക്കാൻ ഇതിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിലെനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അല്ല ഒരു പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുകയാണ്. ഓരോ കാലത്തും ഉണ്ടാകുന്ന സാഹിത്യ സൃഷ്ടികളായിക്കോട്ടെ, രാഷ്ട്രീയ ചിന്തകളായിക്കോട്ടെ, സിനിമയായിക്കോട്ടെ, ഏത് തരത്തിലുള്ള കലയായിക്കോട്ടെ, അതെല്ലാം ഡെപ്പിക്റ്റ് ചെയ്യുന്നത്, അതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ചിന്താഗതിയും ആ കാലഘട്ടത്തിലെ സാമൂഹ്യ വ്യവസ്ഥിതിയൊക്കെയാണ്. അപ്പോൾ ഒരു 10 വർഷം മുമ്പിലത്തെ സിനിമ നമ്മളിപ്പോൾ കാണുമ്പോൾ നമുക്ക് പലതായി തോന്നുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ സിനിമയും ആ തരത്തിൽ മറ്റെല്ലാ മാറ്റങ്ങളും പോലെ തന്നെ സിനിമയും ആ തരത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റത്തിനെ കാണുക എന്നുള്ള, ആ മാറ്റത്തിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം. പിന്നെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സിനിമ, അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള വളരെ പച്ചയായ സത്യം പറയാം, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സിനിമ, നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ഇരിക്കാൻ ചൊല്ലൂ. ഈ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ഒരു സിനിമയായി മാറണമെങ്കിൽ എടുക്കുന്നത് മിനിമം 1 വർഷമാണ്. ജനങ്ങളിലേക്ക് എത്താൻ എടുക്കുന്ന 1 വർഷമാണ്. ഈ 1 വർഷം കൊണ്ട് എനിക്ക് ഒരു സിനിമയേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന നമുക്ക് ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റേ ഉള്ളൂ. മറിച്ച് ഇത് കാണാൻ പോകുന്ന പ്രേക്ഷകൻ ഈ 1 വർഷം കൊണ്ട് ലോകത്തുള്ള മുഴുവൻ സിനിമയും കണ്ടിട്ടിരിക്കുക. മനസ്സിലാവുന്നു? അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ആലോചിക്കുന്ന സിനിമ 1 വർഷം കഴിഞ്ഞ് 100ഓളം സിനിമകൾ കണ്ട പ്രേക്ഷകൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്. അവർക്കത് പുതിയതായി തോന്നുകയും വേണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ കുട്ടി ചോദിച്ചതുപോലെ, അമ്മനെ ചോദിച്ചതുപോലെ ആ തരത്തിലുള്ള സിനിമയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല. കാരണം ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ടെക്നോളജി നമ്മുടെ ഫിംഗർ ടിപ്പിൽ ആയതുകൊണ്ട് തന്നെ ആ ചലഞ്ച് വലിയ ചലഞ്ചാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ത്രില്ലിങ്ങും. അതുകൊണ്ടാണ് സിനിമയോട് നമുക്ക് ഇത്ര വലിയ സ്നേഹവും. കാരണം നമുക്ക് അടുത്ത മൊമെൻറ്റിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ സ്വപ്നം വെക്കുന്ന ആൾക്കാരാണ്. നമുക്കൊക്കെ അറിയാം, ഒരു മുണ്ട് വലിച്ചു കെട്ടി അതിൻ്റെ മുകളിലേക്ക് ലൈറ്റ് അടിച്ചിട്ട് ഇതാണ് അമേരിക്ക എന്ന് പറഞ്ഞ ആൾക്കാരെ വിശ്വസിപ്പിക്കുന്ന ചതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് അല്ലെ ബിഗ് സ്കാം അല്ലേ? ഏറ്റവും വലിയ സ്കാമാണ് സിനിമ. നമ്മൾ ആൾക്കാരെ പറ്റിക്കുകയാണ്, നമ്മൾ ഒരു ഇരുട്ടുമുറിക്കത്തെ ആൾക്കാരെ പറ്റിക്കുകയാണ്. പക്ഷേ അതിന് ഉള്ളൊരു ലോജിക്കുണ്ട്. ആ ലോജിക്കിന് ആ കാലഘട്ടത്തിൽ സിനിമ കണ്ടവരുടെ ഈ ജനങ്ങൾക്ക് വിവരമില്ല എന്ന് പറയുന്ന കാലം പോയി. ഇപ്പം നമ്മളെക്കാൾ കൃത്യമായി നൂൺ ഷോ കാണുന്ന ആളാണ് നമ്മൾ എത്രയോ നാളത്തെ അധ്വാനത്തെ വലിച്ചു കീറുന്നതും കോംപ്ലിമെൻ്റ് ചെയ്യുന്നതും. രണ്ടിനും നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അല്ലാണ്ട് ഒരാൾക്ക് നമ്മൾ നമ്മളാരും വിമർശനാതീതരൊന്നുമല്ല. അപ്പോൾ അത് കണ്ട് ചെയ്യുന്നിടത്ത് ഒരു ചലഞ്ച് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ചോദിച്ച ഉത്തരത്തിന് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഒന്ന് മാത്രം ഞാൻ പറയാം, ഇത് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതെങ്കിലും നമ്മൾ ചെയ്യണം. പിന്നെ എല്ലാ കാലത്തും ഇതൊക്കെ ചില തിരിച്ചറിവുകളാണ് എനിക്കിപ്പം, അത് ഞാൻ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ കാലത്തും ഇവിടെ വർക്കാവുന്നത് ഇതിനൊക്കെ ഉള്ളൊരു ഇമോഷണൽ കണക്റ്റാണ്. ഇപ്പം നമ്മൾ മാർവൽ ഫിലിംസ് എടുത്താൽ പോലും അതിലൊരു അച്ഛൻ മകൾ, അമ്മ മകൻ റിലേഷൻഷിപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഹിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇമോഷണലി കൂടി കണക്റ്റഡ് ആകുമ്പോഴാണ്, എനിക്ക് കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഏത് കാര്യവും പറയുമ്പോൾ നമ്മൾ പറഞ്ഞാൽ അത് കേൾക്കാൻ ഇഷ്ടപ്പെടുക. ഞാൻ ഈ പറയുന്നതൊക്കെ എനിക്ക് വളരെ ടെക്നിക്കലായിട്ടും പറയാം. പക്ഷേ ഞാനത് കഥ പോലെ പറയുമ്പോഴാണ്, കഥ കേൾക്കാൻ എപ്പോഴും മനുഷ്യന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് മുമ്പും ഒരു ഇൻ്റർവ്യൂവിൽ ഞാനത് പറഞ്ഞു, കഥയായിട്ട് കേൾക്കാനാണ് നമുക്കിഷ്ടം. അപ്പോൾ മനുഷ്യനെപ്പോഴും കഥകൾ ഇഷ്ടമാണ്, അതിൻ്റെ കാൽപ്പനികതകൾ ഇഷ്ടമാണ്. ഈ ഇൻ്റർവ്യൂവിനെ പോലും പിന്നീട് നമ്മൾ പറയുമ്പോൾ ഒരു കഥയായിട്ട് നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതകൾ എല്ലാ കാലത്തും ഉണ്ട്.
കഥ കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അത് മാത്രമല്ല ഇതിലൊരു നമുക്കുള്ളൊരു ഷുവർ ആയിട്ടുള്ള പിടിക്കാവുന്നൊരു പിടിവള്ളി. ബാക്കിയൊക്കെ ഇപ്പം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, ഗഗനചാരി എന്നൊരു സിനിമ, ഇത്രയും വലിയ സിനിമകൾ ഇറങ്ങിയത്, കൽക്കി പോലെ സിനിമകൾ ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി നമ്മളെല്ലാവരും കണ്ട് അപ്രീഷിയേറ്റ് കൈയടിച്ച സിനിമയാണ്. ആ സിനിമയിൽ അഭിനയിച്ചവരായിരിക്കാം നമുക്കറിയാം. നമ്മുടെ അജു വർഗീസും ഗണേഷ് ഏട്ടനൊക്കെ അഭിനയിച്ചത്, നമ്മുടെ ഗോകുൽ സുരേഷൊക്കെ എത്ര ഗംഭീരമായിട്ടാണ് ഗോകുല സിനിമയിൽ അഭിനയിച്ചത്. അപ്പം ആ തരത്തിലുള്ള അഡാപ്റ്റബിലിറ്റി ഉണ്ടാവലും പ്രധാനമാണ്. പ്രേക്ഷകരുടെ ഉണ്ടാക്കുന്നവരുടെ മാത്രം ഉത്തരവാദിത്തം അല്ലത്, പ്രേക്ഷകരും കൂടി ആ ഒരു അഡാപ്റ്റബിലിറ്റിക്ക് എത്തുക എന്നുള്ളതാണ്. അതിന് നിറയെ സിനിമകൾ കാണാൻ പ്രേക്ഷകർക്ക് ഉത്തരവാദിത്തമുണ്ട്, അവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവരാ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആ മാറ്റങ്ങൾ അവരുകൂടി മനസ്സിലാക്കുമ്പോഴാണ് സിനിമ കുറെ കൂടി രസമായിട്ട് വരിക. സിനിമ ബെറ്റർ ആവുന്നത് അതുകൊണ്ടാണ്, അവർ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടും അവരെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ള നമ്മുടെ പേടി കൊണ്ടുമാണ് നമ്മളതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാ കാലത്തും ഈ വിമർശനങ്ങൾ അത്തരത്തിലൂടെ ആവുക എന്നുള്ളതാണ്. ഈ പഴയകാല സിനിമകളിൽ നിന്നും ഈ ജനറേഷനിൽ വരുന്ന സിനിമകൾക്ക് പ്രത്യേക മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഴയകാല സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇന്നും നമുക്ക് മനസ്സിൽ ഓർത്ത് വെക്കാൻ പറ്റിയ സിനിമകളായിരിക്കും, അത്രയും അറ്റാച്ച്ഡ് ആയിട്ട് അത്രയും ഇമോഷണൽ കണക്റ്റഡ് ആവുന്ന ഒരു ഫിലിംസ്. അപ്പോൾ അക്കാലത്ത് നിന്ന് ഇക്കാലത്ത് വരുന്ന ഒരു സിനിമകളുടെ മാറ്റം എങ്ങനെയാണ്? ആ മാറ്റം നമ്മളുടെ ജീവിതത്തിലൊക്കെ വന്ന മാറ്റമല്ലേ? നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റമാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ ഫിംഗർ ടിപ്പിൽ എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. ഇതായിരുന്നില്ല മുൻപ് നമുക്കൊരു എഴുത്തയച്ചാൽ ഒരാഴ്ച കാത്തിരിക്കണം മിനിമം. ഇന്നിപ്പം ഒരു മെസ്സേജ് അയച്ചാൽ അടുത്ത സെക്കൻഡിൽ മറുപടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു ഇൻസ്റ്റൻറ്റ് നേച്ചറുണ്ട്. അപ്പോൾ ആ ഇൻസ്റ്റൻറ്റ് നേച്ചർ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സ്പീഡാണ്. ആ സ്പീഡ് എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. എമോഷൻസിനും ആ സ്പീഡുണ്ട്. എന്താ പറയുക, നമുക്കുണ്ടാകുന്നൊരു ഇമോഷണൽ ഒരു സംഭവം ഒരാളിലേക്ക് എത്തിക്കാൻ നമ്മൾ മുമ്പെടുത്തിരുന്ന സമയം ഇപ്പം ഇല്ലല്ലോ, ആർക്കും സമയമില്ല. അപ്പോൾ അതൊക്കെ ബാധിക്കുന്നുണ്ട്. അതെല്ലാ മേഖലയിലെയും ബാധിക്കുന്ന പോലെ സിനിമയും ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ വിചാരിച്ചാൽ മതി. ആ മാറ്റം കഥ പറച്ചിലും ഉണ്ടാവും. ആ മാറ്റം നമുക്ക് കിട്ടുന്ന വ്യക്തിപരമായി കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മുടെ വിശുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. കോവിഡ് എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറുണ്ട്. ഇപ്പോൾ വീടുകളിൽ പോയാൽ എൻ്റെ ഒരു ഒബ്സർവേഷനാണ്, അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ മുൻകൂർ ജാമ്യം എടുക്കല്ല കേട്ടോ, ഞാൻ അത് തീർച്ചയായിട്ടും വിമർശനം ഉണ്ടാവും അതിനകത്ത്. ഉറക്കക്കരയുന്നവരുടെ എണ്ണം കുറവാണ്. അതെ, തന്നെ എൻ്റെ ഒരു ഒബ്സർവേഷൻ, ഈ മരണം നമുക്ക് എല്ലാവർക്കും താങ്ങാനാവാതാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒരു മരണം അല്ലെങ്കിൽ വലിയൊരു ദുരന്തമൊക്കെ നടന്നാൽ തന്നെയും നമ്മളതിൻ്റെ പ്രായോഗികത മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. മുമ്പുള്ള പോലെയുള്ള ഉറക്കെയുള്ള കരച്ചിലുകളൊക്കെ താരതമ്യേന കുറഞ്ഞു. ഇതൊക്കെ മനുഷ്യന് വന്ന മാറ്റങ്ങളാണ്. ഇതൊക്കെ സിനിമയും ബാധിക്കും. അതുകൊണ്ടാണ് ആ സിനിമ, അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിലാണ് അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ഈ അറിയാതെങ്കിലും പഴയ സിനിമ പുതിയ സിനിമ എന്നൊക്കെ പറയാൻ തോന്നുന്നത്. അതുകൊണ്ടാണ് അതിനെ അതിജീവിക്കുന്ന സിനിമകളുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള നമ്മളുടെ കാലശേഷവും നമ്മൾ ചർച്ചയാവുക, നമ്മളുടെ സിനിമകൾ ചർച്ചയാവുക. സിനിമ എന്നല്ല, നമ്മുടെ സൃഷ്ടികൾ ചർച്ചയാവുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഗ്രേറ്റ്നെസ്. അത് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ശേഷവും അതെങ്ങനെ നിലനിൽക്കുക. ഞാനെപ്പോഴും സംഗീതയോട് പറയാറുണ്ട്, എൻ്റെ വൈഫ് പാട്ടുകാരിയാണ്. അപ്പം സംഗീതയോട് ഞാൻ എപ്പോഴും പറയും, ഏറ്റവും വലിയ ഭാഗ്യം അതാണ്, നല്ല പാട്ട് എപ്പോഴും നല്ലതാണ്. ആരും മോശം പാട്ടുണ്ടാക്കില്ലല്ലോ, പാട്ട്. അപ്പം പാട്ടുകൾ എല്ലാ കാലത്തും നിലനിൽക്കുന്ന പാട്ടുകൾ പാടി വെച്ചാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. എനിക്ക് പാടാൻ പറ്റില്ല, പാടാൻ അറിയില്ല, അല്ലെങ്കിൽ ഞാൻ പാടിയാൽ അത്ര നന്നാവില്ല. അപ്പോൾ നന്നായിട്ട് പാടുന്ന ഒരാൾ കൂടിയാണെങ്കിൽ അവർക്ക് എത്രയോ നാൾ അവരുടെ പാട്ടിലൂടെ അവർക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റുമെന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളുണ്ട്, ധാരാളം സിനിമകളുണ്ട്. നമുക്ക് പറയാൻ തുടങ്ങിയാൽ എണ്ണിയാലൊടുങ്ങാത്ത സിനിമകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പഴയതെന്നോ പുതിയതെന്നോ ഒന്നും ആരും പറയാതെ എല്ലാ കാലത്തും നിലനിൽക്കുന്ന സിനിമകൾ ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അങ്ങനെ പറയുമ്പോൾ കെ ജോർജ് സാറിനെ പോലുള്ള ആൾക്കാരുടെ സിനിമകൾ എല്ലാ കാലത്തും ചർച്ചയായിട്ടുണ്ട്. ഓരോ സിനിമകളും ചർച്ചയായിട്ടുണ്ട്. ചേട്ടൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടിയ ഒരു കാര്യം, മുമ്പൊക്കെ ഈ കാര്യം പറയുമ്പോൾ ഞാൻ ചിരിക്കുമായിരുന്നു, കോമഡി ആയിട്ടാണ് വിചാരിച്ചിരുന്നത്. കാര്യം മഴയത്ത് കരയാനാണ് എനിക്ക് താല്പര്യം, അതാവുമ്പോൾ എൻ്റെ കണ്ണുനീരാരും കാണില്ലല്ലോ. അത് അന്നൊരു ഫണ്ണായിട്ടുള്ളൊരു കമൻറ്റ് മാത്രമാണ്. പക്ഷെ ഇക്കാലത്ത് അത് ഏറ്റവും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയൊരു ഡയലോഗായിട്ട്. ഇത് ശരിക്കും ഈ പഞ്ച് ഡയലോഗുകളുടെ കൂട്ടത്തിൽ ഞാൻ ഇത് ഈ സമയത്ത് പറയാണ്, അതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു സിനിമയുടെ ക്യാമറ വർക്ക് നന്നായിരുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയമാണ്. അതിലെ ചില ഡയലോഗുകൾ മാത്രം ഓർത്തു വയ്ക്കുന്നത് ഒരു തരത്തിൽ സിനിമയ്ക്ക് ആ സിനിമ ഓർത്തു വയ്ക്കാൻ നല്ലതാണെങ്കിലും സിനിമയുടെ തിരക്കഥാകൃത്ത് നല്ലതായിരിക്കുമ്പോൾ ആ പഞ്ച് ഡയലോഗ് വെച്ചിട്ടല്ല ആ സിനിമയെ ആൾക്കാർ ഓർത്തിരിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അതുപോലെ പാട്ടുകൾ മാത്രം പോപ്പുലർ ആവുക എന്ന് പറയുന്നത് ആ സിനിമയുടെ പരാജയമാണ്. സിനിമയും പാട്ടും എല്ലാം ഒരുമിച്ച് ഓർത്തിരിക്കുമ്പോഴാണ് ആ സിനിമ വിജയിച്ചു എന്ന് നമ്മൾ പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതുപോലെ തന്നെയാണിത്. പിന്നെ ഈ ഡയലോഗ് ആദ്യം പറഞ്ഞത് ചാർലി ചാപ്ലിനാണെന്നാണ് എൻ്റെ ഓർമ്മ.
അപ്പോൾ അത് പിന്നീട് ഭയങ്കര കാൽപ്പനികമായിട്ട് നമ്മുടെ ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി. ഓരോ കാലത്തും അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് കണക്റ്റ് ഉണ്ടാവലാണ് പ്രധാനം. ഏത് കാര്യം പറയുമ്പോഴും അതിൽ എനിക്കൊരു പേഴ്സണൽ കണക്റ്റ് ഉണ്ടാകുമ്പോൾ മുതലാണ് നമ്മൾ ഓണാവുന്നത്. ഇപ്പോഴത്തെ വാക്കുകൾ തന്നെ ഉപയോഗിക്കാം. നമ്മൾ ഓൺ ആകുമ്പോഴാണ് നമ്മളത് ഓൺ ചെയ്യുന്നത്. നമ്മൾ ഓൺ ചെയ്യുമ്പോഴാണ് അത് പിന്നീട് നടക്കുന്ന സംഭവങ്ങളെല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാവുന്നത്. അവിടെയാണ് അത് വിജയിക്കുന്നത്. അങ്ങനെ അതൊരു മാക്സിമം ആൾക്കാർക്ക് ആ തരത്തിലുള്ള ഫീൽ കിട്ടിയാൽ അതിനെ നമ്മൾ ഉപയോഗിക്കും, ഹിറ്റ് എന്ന വാക്കപ്പം ഉപയോഗിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ KG ജോർജ് സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് 16-ാം വയസ്സിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഞാൻ ഒരു എഴുത്ത് അയച്ചു സാറിന്. സാറ് മറുപടി അയച്ചു ചെല്ലാൻ പറഞ്ഞിട്ട്. സാറിനെ കണ്ടു. എന്താണ് ബേസിക്കായിട്ട് ഇൻറ്റൻഷൻ എന്നോട് ചോദിച്ചു. എനിക്ക് സാറിനോട് വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അസിസ്റ്റൻ്റ് ആവണം എന്നൊക്കെ പറയാനുള്ള ധൈര്യം നമുക്കില്ലായിരുന്നുകൊണ്ട് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും സാറിനെ ഒരു ബസ് യാത്രയായിരുന്നു. അതിൽ പല യാത്രക്കാരുടെ കൂട്ടത്തിലൊരു യാത്രക്കാരനായിട്ട് എന്നെയും സാർ ഉൾക്കൊള്ളിച്ചു. അങ്ങനെ 2 ജോഡി ഷർട്ടും 2 ജോഡി പാൻസും ഒരേ നിറമുള്ള 2 ജോഡി മുണ്ടും, ഒരേ നിറമുള്ള മുണ്ട്, ഒരേ കരയുള്ള മുണ്ട്, ഷർട്ടും മുണ്ടും ഒക്കെ എടുത്തിട്ട് ഞാനും കയറിയിരുന്നു. ഒരു ബസ് യാത്രയായിരുന്നു അത്. അപ്പോൾ അതിൽ ഏറ്റവും ഫ്രണ്ടിൽ ഈ വണ്ടിയുടെ മെഷീൻ കവർ എന്ന് പറയില്ല, മറ്റേ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ ഫ്രണ്ടിലാണ്. അതിൻ്റെ തൊട്ടും ആ സീറ്റിലാണ് ഞാൻ പോയിരുന്നത്. കാരണം അവിടുന്ന് പിന്നെ അങ്ങോട്ട് ക്യാമറ വയ്ക്കാൻ പറ്റില്ല, അവിടുന്ന് ഇങ്ങോട്ടേ ക്യാമറ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡയറക്ടറും ക്യാമറമാനും പലപ്പോഴും അവർ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ എനിക്ക് നിൽക്കാൻ പറ്റും. എൻ്റെ ആഗ്രഹം ഇതെന്താണ് എൻ്റെ പിന്നിൽ നടക്കുന്നത് അറിയാനുള്ള ആഗ്രഹം തന്നെയാണ്. പക്ഷെ അത് വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നുകൊണ്ടും എനിക്ക് അന്നതൊക്കെ ഈ 16 വയസ്സുള്ള ചെക്കൻ എന്താണെന്നൊക്കെ ചോദിക്കുക അങ്ങനെയുള്ള ചില ഭയങ്ങളുണ്ടായിരുന്നുകൊണ്ടും ഒക്കെയാണ്. പിന്നെ ഇത് അറിയണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു. അങ്ങനെ 15 ദിവസം ഞാൻ പോയി നിന്നു. അതിൽ അഭിനയിച്ചിട്ടുണ്ട്, ചെറിയൊരു ക്യാരക്ടർ അതിൽ ചെയ്തിട്ടുണ്ട്. കരമന സാറിൻ്റെ മകനായിട്ട് അതിലുണ്ട്. പിന്നത്തെ വർഷത്തെ എൻ്റെ നാട്ടിലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഓണാഘോഷ പരിപാടിയുടെ സമ്മാനദാനം പ്രശസ്ത സിനിമാ നടനും 1-ൽ പരം ചിത്രങ്ങളിൽ തലമുടി കാണിച്ച മാസ്റ്റർ ശ്രീകാന്തായിരുന്നു. ഒരു സിനിമയിൽ വന്നെന്ന് പറഞ്ഞിട്ട് ആ നാട്ടിൽ വലിയ ഉത്സവം, ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മുടെ ജിത്തു ജോസഫിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു ആ ചടങ്ങ്. ജിത്തുവിൻ്റെ വീടും എൻ്റെ വീട് ഒരു 2.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ മുത്തോലപുരം എന്നാണ് ജിത്തുവിൻ്റെ നാടിൻ്റെ പേര്. അവിടെയുള്ളൊരു ചെറിയ തട്ടടിച്ചൊരു വായനശാല പോലെയുണ്ട്, അവിടെയായിരുന്നു ഈ ചടങ്ങ് നടന്നത്. ഞാനിപ്പം പെട്ടെന്ന് ഓർമ്മിച്ചതാണ്. അപ്പോൾ അത് ശരിക്കും അതിലൂടെ മനസ്സിലായത് സിനിമയുടെ ഒരു മാജിക്കാണ് നമുക്ക് പിടികിട്ടിയത്. വെച്ചാൽ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്ന ജോർജ് സാറും വേണിച്ചേട്ടനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോയി നിൽക്കാനും നമുക്ക് പറ്റില്ല. പക്ഷെ പിന്നീട് അവിടെ ഇരിക്കുന്ന ഷോട്ട് കാണുമ്പോൾ നമ്മൾ ഊഹിക്കും, ഓ ഇതായിരുന്നു എല്ലാവരും ഡിസ്കസ് ചെയ്തതെന്നൊക്കെ മനസ്സിലാവും. ഒത്തിരി തമാശകളും നമ്മളെ പ്രതിയുമൊക്കെ ഒത്തിരി തമാശകളൊക്കെ ഓർത്ത് വയ്ക്കാനുണ്ട്. അതങ്ങനെ തുടങ്ങിയതാണ്. അത് ശരിക്കും അതായിരുന്നു പറയില്ലേ, സിനിമയിലെ ഭക്ഷണം പ്രൊഡക്ഷൻ ഷാപ്പാട് ഒരു പ്രാവശ്യം കഴിച്ചാൽ എങ്ങനെയും കറങ്ങി തിരിഞ്ഞ് ചെല്ലുന്നു പറയില്ലേ. അപ്പോൾ അന്ന് തന്നെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മനസ്സിലൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള വാക്ക്. സിനിമയിൽ വേണം എൻ്റെ ഭാവി എന്നുള്ളത്. അത് തീരുമാനമായിരുന്നു തീർച്ചയായിട്ടും. ചേട്ടൻ്റെ ആദ്യത്തെ ഫിലിം എബി എന്ന് പറയുന്നതായിരുന്നു. പക്ഷെ അതിനുശേഷം കുറേ കാല സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാ? ശരിക്കും എബി എന്നത് എൻ്റെ ഫീച്ചർ ഫിലിമാണ്, ഞാൻ ചെയ്ത ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ്. അതിനു മുമ്പ് ഞാൻ 92 മുതലൊക്കെ ഞാൻ അന്ന് ദൂരദർശനേ ഉള്ളൂ, ദൂരദർശൻ്റെ ഷോർട്ട് ഫിലിംസും ഡോക്യുമെൻ്ററീസും ഒക്കെ ചെയ്തിട്ടുണ്ട്. ശിവപ്രസാദ് സാറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ് ശിവയുടെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ ഒരു സീരിയലിന് ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തത്, ഡോക്യുമെൻ്ററീസ് ചെയ്തിട്ടുണ്ട്. ഈ ടേപ്പുകളെല്ലാമായിട്ടാണ് ഞാൻ മദ്രാസിൽ പോയി പ്രിയൻ സാറിനെ പോയി കണ്ടത്. ഏഷ്യാനെറ്റ് തുടങ്ങിയ കാലമാണത്. 92-ലാണ് ഏഷ്യാനെറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഏഷ്യാനെറ്റിൽ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായിട്ടൊക്കെ ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ. എൻ്റെ ഏട്ടൻ അവിടെ പ്രൊഡക്ഷൻ കൺട്രോളായിരുന്നു. ഏട്ടനാണ് ഞാൻ ഈ വർക്കുകളൊക്കെ ചെയ്തപ്പോൾ എൻ്റെ താല്പര്യം അറിഞ്ഞിട്ട് എന്നെ പ്രിയദർശൻ സാറിൻ്റെ അടുത്തേക്ക് എത്തിക്കായിരുന്നു. ഏട്ടൻ്റെ കോൺടാക്ട് വെച്ചിട്ട് MG ശ്രീകുമാരേട്ടനാണ് എന്നെ ആദ്യം, നമ്മുടെ ഗായകൻ MG ശ്രീകുമാരേട്ടനാണ് എന്നെ പ്രിയദർശൻ സാറിലേക്ക് എത്തിച്ചത്. അപ്പോൾ MG ശ്രീകുമാരേട്ടൻ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കില്ല എന്നാണ് പറയാം. എൻ്റെ ഏട്ടനും അവിടെയും വരുന്ന ബന്ധങ്ങൾ, തീർച്ചയായിട്ടും ആ ബന്ധങ്ങളാണ് എന്നെ അവിടെ എത്തിച്ചത്. ഞാൻ തീർച്ചയായിട്ടും നന്നായി അത് പറഞ്ഞത്. അപ്പോൾ ശ്രീകുമാരേട്ടൻ എന്നെ സാറിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നു, സാറിൻ്റെ അടുത്ത് സംസാരിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ കരിയർ ഞാൻ ബിൽഡ് ചെയ്യുന്നത്. ആ സമയത്തും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഫീച്ചർ ഫിലിമായിട്ട് ഞാൻ ചെയ്യുന്ന സിനിമ തീർച്ചയായിട്ടും ഫീച്ചർ ഫിലിം എബി ആണെങ്കിലും ഞാൻ പരസ്യങ്ങൾ ചെയ്തിരുന്നു. അടിസ്ഥാനപരമായി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം കോഴ്സ് ചെയ്തിരുന്നു. എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ സാത്രിക് കേസ് അഭിനയം എന്നുണ്ട് പ്രിയൻ സാറിൻ്റെ തേമാങ്കുമ്പത്തിൻ്റെ ഹിന്ദിയുടെ അസിസ്റ്റ് ചെയ്യായിരുന്നു ഞാൻ. അപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നത് ഞാൻ കാരക്കുടിയിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് MA ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ എനിക്ക് കോഴ്സിൻ്റെ ഫൈനൽ എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ കോഴ്സ് ചെയ്തു, പരീക്ഷ എഴുതാൻ പോകാൻ പറ്റില്ല. കാരണം ഷൂട്ടിംഗ് അല്ല, MA പഠിച്ചു, ആ കോഴ്സ് ചെയ്തു, എക്സാം എഴുതിയില്ല. MA എന്ന് പറയാൻ പറ്റില്ല, BSc കെമിസ്ട്രിക്കാരനാണ് ഞാൻ. അപ്പോൾ പക്ഷേ അന്നത്തേക്ക് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്, അന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ വിഷ്വൽ മീഡിയ ഇങ്ങനെ പല രീതിയിൽ ഫ്ലറിഷ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പശു കറന്ന പാലും കുടിച്ചിട്ടുണ്ട്, പാക്കറ്റ് പാലും കുടിച്ചെന്ന് പറയുന്ന പോലെ
എല്ലാ തരത്തിലുള്ള മാനുവൽ പരിപാടികൾ മുഴുവൻ കാണുന്നൊരു കാലത്തായിരുന്നു. മൂവി ക്യാമറയിൽ സിനിമ ഷൂട്ട് ചെയ്യുന്ന കാലം, ഓരോ വലിയ 4 മിനിറ്റ് നിൽക്കുന്ന 400 അടി ഫിലിമുകളിൽ ഷൂട്ട് ചെയ്ത് അതിങ്ങനെ മാഗസീൻസ് അടുക്കി വെച്ച് അതുകൊണ്ട് വലിയ ഒരു എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ മൂവിയോളെയും സ്റ്റീം ബക്കിൻ്റെയും നടുക്ക് ഫിലിം റോളുകൾ ഓരോന്നും സീനിയർ എഡിറ്ററായിട്ടുള്ള അംബിസാർ കട്ട് ചെയ്ത് തരുമ്പോൾ അതെല്ലാം ക്ലിപ്പ് ചെയ്ത് അതെല്ലാം കഴുത്തിൽ തൂക്കിയിട്ട് ഓരോ ഫ്രെയിമും കൊടുത്തിരുന്നൊരു കാലമുണ്ട്. അപ്പോൾ അതെല്ലാം ആ പ്രോസസ്സിലൂടെയാണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ട് അന്ന് എല്ലാവരും നമ്മുടെ ജോണി ആൻ്റണിയും ലാൽ ജോസും അങ്ങനെ അന്നത്തെ എല്ലാ ഇന്നിപ്പോൾ നമ്മൾ അറിയുന്ന പ്രഗത്ഭരായ സംവിധായകരെല്ലാം ആ റൂട്ടിലൂടെയാണ് വന്നത്. അപ്പോൾ അന്നത്തെ സിനിമ കൂടി അനുഭവിക്കാൻ പറ്റിയെന്നുള്ള ഭാഗ്യമാണ്. അപ്പോൾ എൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് വിഷ്വൽ മീഡിയയുടെ ഈ മാധ്യമത്തിൻ്റെ ഈ ഒരു മാറ്റത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്താൻ പറ്റുക, അതൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചാനലിൽ വന്നതും പരസ്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതും ഇൻട്രാക്റ്റീവ് സീരീസ് ചെയ്യാൻ തുടങ്ങിയതും. പിന്നെ ചെറിയ മാജിക് കാർഡ്സ് ഉണ്ട്, ചെറിയ കാർഡ്സ് അമേരിക്കൻസൊക്കെ അവരുടെ ഇലക്ഷൻ ക്യാമ്പയിന് യൂസ് ചെയ്യുന്ന നമ്മുടെ വിസിറ്റിംഗ് കാർഡല്ലേ അതുപോലുള്ളത് അവരുടെ കയ്യിലുള്ള മാജിക് കാർഡ്സാണ്. ആ കാർഡ് നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന ഇൻസ്റ്റയും ഈ പരിപാടി പറയുന്നതിന് മുമ്പ് ഒരു ഹാർഡ് കോപ്പി ഉണ്ടായിരുന്നു നമ്മുടെ ഡിസ്കുകളുടെ കാലത്ത് ആണ് അത് പ്രചാരം നേടിയത്. അപ്പം അവരെ കാർഡ് കൊടുത്താൽ ആ കാർഡിലുണ്ട് 3 മിനിറ്റ് ഫിലിം ഉണ്ടാവും അവരെന്തൊക്കെ ചെയ്യും എന്നുള്ളത്. നമ്മുടെ നോട്ടീസിന് പകരം ഇന്ന ആൾക്ക് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ ഈ കാർഡാണ് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ അന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അതൊരു ഭാഗ്യമില്ലാതെ. എക്സാക്ട്ലി. മൾട്ടി ക്യാം ഷൂട്ടുകൾ 4 ക്യാമറ 5 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛനോട് പറഞ്ഞ അച്ഛൻ 5 ക്യാമറ എനിക്ക് മേടിച്ചു തരില്ല. അപ്പോൾ എൻ്റെ അടിസ്ഥാനപരമായ കാര്യം ആഗ്രഹം എന്ന് പറയുന്നത് വിഷ്വൽ മീഡിയയിലെ എല്ലാ സാധ്യതകളും എങ്ങനെയെങ്കിലും അറിയണം എന്നുള്ളതായിരുന്നു. സിനിമ മാത്രമായിരുന്നില്ല. അതുകൊണ്ടാണ് ശരിക്കും 2016 വരെ ഞാൻ എൻ്റെ സ്വന്തം സിനിമ ചെയ്യാൻ വൈകിയത്. പിന്നെ എന്ന് കരുതിയിട്ട് മമ്മൂക്കയുടെ അടുത്തും ലാൽ സാറിൻ്റെ അടുത്തും സുരേഷ് ഗോപി ഏട്ടൻ്റെ അടുത്തും ദിലീപിൻ്റെ അടുത്തും പൃഥ്വിരാജിൻ്റെ അടുത്തും ജയസൂര്യയുടെ അടുത്തും ഞാൻ എല്ലാവരുടെ അടുത്തും കഥ പറഞ്ഞിട്ടുണ്ട്. ജയറാമേട്ടൻ്റെ അടുത്തും എല്ലാവരും കേൾക്കുന്നുണ്ടാവുമല്ലോ, എല്ലാവരുടെ അടുത്തും ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു കഥ സിനിമയാക്കാം എന്ന് സമ്മതിച്ചത് വിനീത് ശ്രീനിവാസനാണ്. അതിന് എൻ്റെ കഥ നന്നായതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സന്തോഷിക്കാനാണ് അത് എഴുതുന്നത്. അതിനു മുമ്പ് 2-3 കഥകൾ ഞാൻ പറഞ്ഞു. സന്തോഷിക്കാനത്തിൻ്റെ അല്ലാത്ത 2-3 കഥകൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കസവിൻ്റെ തട്ടുമിട്ടെന്ന വിനീതിൻ്റെ ആദ്യത്തെ പാട്ട് പാടുമ്പോൾ ഞാൻ കിളിച്ചെണ്ണ മാമ്പഴത്തിൻ്റെ സെറ്റിൽ അസിസ്റ്റൻ്റായിട്ടുണ്ട്. പിന്നെ ശ്രീനിയേട്ടനുമായിട്ടുള്ള വളരെ വലിയ അടുപ്പമുണ്ട്. ചന്ദ്രലേഖ മുതലുള്ള അങ്ങനെയുള്ള ചില ഈ പറഞ്ഞത് അവിടെയും ബന്ധങ്ങളാണ് നമ്മളെ സഹായിച്ചത്. ആ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെയാണ് വിനീത് കുറച്ചുകൂടെ എന്നെ വിനീതിനെ അറിയാം. പിന്നെ വിനീത് സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് അഭിനയിച്ചത് എൻ്റെ ഒരു പരസ്യത്തിലാണ്. ഞാൻ KSFക്ക് വേണ്ടി ചെയ്ത ശ്രീനിയേട്ടനും വിനീതും കൂടെ അഭിനയിക്കുന്ന ഒരു പരസ്യത്തിലാണ് വിനീത് ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത്. അഭിനയിക്കുന്ന ആദ്യമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത ഒരു പരസ്യത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇമോഷണൽ കണക്റ്റുകൾ കൂടെ ഉണ്ടായതുകൊണ്ടാണ് ആ സിനിമ സംഭവിച്ചത്. അതുകൊണ്ട് സിനിമ ഒന്നേ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും അതിനുശേഷവുമൊക്കെ ഇവിടുത്തെ വലിയ ബ്രാൻഡുകൾക്ക് വേണ്ടി ഞാൻ പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ മൾട്ടി ക്യാം ഷൂട്ടുകളും റിയാലിറ്റി ഷോകളൊക്കെ ചെയ്തു എന്നുള്ള ഒരൊറ്റ ബലത്തിൽ എൻ്റെ മോൾ ഷൈൻ്റെ പാനൽ ഓഫ് ഡയറക്ടേഴ്സിൽ ഞാനുണ്ട്, സീഡിറ്റിൻ്റെ പാനൽ ഓഫ് ഡയറക്ടേഴ്സിൽ ഞാനുണ്ട്. അങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് എത്തുന്നത്. അങ്ങനെ ബിഗ് ബോസ് സീസൺ 1ഉം സീസൺ 2ഉം ഫിക്ഷൻ ഡയറക്ടർ ആവുന്നു. ഈ പറഞ്ഞു വന്നപ്പോൾ ബിഗ് ബോസിൻ്റെ 2 സീസണിൻ്റെ ഡയറക്ടറായിരുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇതിൽ കൊടുക്കുന്ന ഓരോ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ലവ് സ്ട്രാറ്റജി ഇതൊക്കെ നിങ്ങൾ തന്നെ എഴുതി കൊടുക്കുന്നതാണോ അതോ അതിൽ നടക്കുന്ന കാര്യമാണോ, നോർമലി നടക്കുന്നതാണോ? എല്ലാവർക്കും ഉള്ള ഡൗട്ടാണത്. അതൊരു ഡയറക്ഷൻ ആണോ? ഒന്നാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു വലിയ കോർപ്പറേറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. എൻ്റെ മോൾ ഷൈൻ എന്ന വലിയൊരു കമ്പനിയുടേതാണ് ഇതിൻ്റെ റൈറ്റ്സ്. അപ്പോൾ അവരുടെ എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്യുമ്പോൾ തന്നെ അവർ പറയും ഇതിൻ്റെ രഹസ്യങ്ങളൊന്നും പുറത്തു പറയരുത്. പക്ഷേ ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് അരുത് എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക. അപ്പോൾ അതിലെ ഒരു പ്രവർത്തകനായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഒരു എന്താ പറയുക ഒരു എത്തിക്സ് വെച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ പാടില്ല. പക്ഷേ വലിയ ചർച്ചയാവുകയും അത് വല്ലാതൊരു കോൺട്രവേഴ്സി ആവുകയും ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടെയാണ് അത് പറയേണ്ടത്. ആ ഷോ നിങ്ങളെ കാണുന്ന റിയാലിറ്റി തന്നെയാണ്. അവിടെ ഒരാൾക്കും പുറത്തുനിന്ന് പോയിട്ട് ഒന്നും ഉപദേശിക്കാൻ പറ്റില്ല. ആകപ്പാടെ നമ്മൾ കാണുന്ന പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ഞാനും പ്രേക്ഷകരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കാണുന്നതെന്ന് ഞാൻ പറയാത്തത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളൊക്കെ കാണുന്ന സംഭവങ്ങളെല്ലാം റിയലായിട്ട് അവിടെ സംഭവിക്കുന്നതാണ്. അവിടെ ആകപ്പാട് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്, സ്വാധീനിക്കാൻ പറ്റുന്നത് അതിനകത്ത് നടക്കുന്ന ഗെയിംസ് ഉണ്ട്. അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ്, നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ. ആ ഷോ ഗെയിംസിലാണ് നമുക്ക് നമ്മുടെ മാനിപ്പുലേഷൻസ് നടക്കുക. ആ ഗെയിമിൽ എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഗെയിം ഞാനൊരു പാട്ടുകാരനാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് അവിടെ നടക്കുന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒരുപക്ഷെ ഞാൻ മിടുക്കനായിരിക്കില്ല. അപ്പം പാട്ടിൽ ഞാൻ തിളങ്ങും, ഗെയിംസിൽ ഞാൻ ചിലപ്പം അത്രയും തിളങ്ങില്ല, ഞാൻ ചിലപ്പോൾ തകർന്നു പോകും. അപ്പോൾ ഇതാണ് അവിടുത്തെ പ്ലേ. തീർച്ചയായിട്ടും അത് മാനിപ്പുലേറ്റ് ചെയ്യുക, അതാണല്ലോ ഷോ. അപ്പോൾ അവിടെ ഡിസ്കഷൻസ് ഉണ്ടാവും, അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും. അവിടെ ചില ട്രിഗറിങ് എലമെൻറ്റുകൾ ഉണ്ടാവും.
നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഷോയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്, ആ ഷോയുടെ ഏറ്റവും നല്ല സ്വഭാവം എന്ന് വെച്ചാൽ പലയിടങ്ങളിൽ നിന്നും പലതരത്തിലുള്ള പല സ്പാൻ ഓഫ് ലൈഫിൽ നിന്നുള്ള ആൾക്കാർ വന്ന് ചേരുകയാണ് അവിടെ. എവിടെ നിന്നൊക്കെയോ വന്ന ആൾക്കാർ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മളൊക്കെ അങ്ങനെയാണ്. ഈ ക്ലോസ്ഡ് റൂമിൽ ഈ ക്യാമറ വെച്ചിട്ടുണ്ട്. ഒരു തരത്തിൽ നമുക്ക് ഇതിനെയും അതിൻ്റെ ഒരു സ്ട്രക്ചറായിട്ട് കാണാം. ഇവിടെ നമുക്ക് നിങ്ങളെനിക്ക് എങ്ങനെ വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാം. അപ്പോൾ ആ തരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടത്താനുള്ള ബ്രില്യൻസിയും അത് ഏറ്റവും ഒടുവിൽ 100 ദിവസം കഴിയുന്നത് വരെ അവിടെ ജീവിച്ച് തീർക്കുക എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചാണ് അവർക്ക് കൊടുക്കുന്നത്. അതിലൊരു തരത്തിലുള്ള കളർ ആർക്കും ചേർക്കാൻ പറ്റില്ല. പക്ഷെ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ മത്സരാർത്ഥികൾ ചിലർ പറയുന്നത് അവിടെ നടക്കുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് അവരവിടെ ചെയ്യുന്നത്. അതുപോലെ ടാബ്ലറ്റ് കൊടുക്കുന്നു, മെന്റലി ഹറാസ് ചെയ്യുന്നു എന്ന് പലതരത്തിലുള്ള കമന്റ്സുകൾ പുറത്ത് വരുന്നുണ്ട്. കണ്ടന്റൻസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അവർ പറയട്ടെ. ഞാനിപ്പോൾ എന്ത് പറയാനതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ പറയുന്ന ആൾക്കാർ കേൾക്കണേ. അല്ലാണ്ട് ഇവരൊക്കെ വീട്ടിലിരുന്ന് പറയാനും കേൾക്കുമോ? ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമല്ലേ പറയുന്നത്. അപ്പോൾ അവിടെയും ബിഗ് ബോസ് തന്നെയാണ് അവരുടെ ആധാരം. അവരുടെ കഞ്ഞി ബിഗ് ബോസ് തന്നെയല്ലേ. ഈ പറയുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം, എനിക്ക് വളരെ അടുത്തറിയാം. അവരൊക്കെ എങ്ങനെ ബിഗ് ബോസിൽ ഉണ്ടായി എന്നും എനിക്കറിയാം. അപ്പോൾ അത്രയും പറയാനുള്ള റൈറ്റ് എനിക്കുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു എന്താ പറയുക, എന്തിനു പറയുന്നു എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ. ഒരു ക്യാമറ മുമ്പിൽ വെച്ച് ഒരാൾ പറയുമ്പോൾ ഇതിന് പല പല ഉദ്ദേശങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഇൻ്റർവ്യൂവിനും ചില ലക്ഷ്യങ്ങളുണ്ട്. ശ്രീകാന്ത് മുരളി എന്ന് പറയുന്ന ആളിനെ എനിക്കും തീരുമാനങ്ങളുണ്ട് എന്തൊക്കെ പറയണം എന്നുള്ളതിനെ കുറിച്ച്. അതുപോലെ അവർക്കും അവരുടെ ലക്ഷ്യങ്ങൾ വെച്ചൊരു പറയല്ലേ. ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഡിസ്കഷൻസ് കൊഴിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സും ഉണ്ടല്ലോ അപ്പുറത്ത്. അപ്പോൾ അതൊക്കെ ഫാക്ടറാണ്. ഞാൻ അത് മാത്രമാണെന്ന് പറയല്ല, പിന്നെ പറയട്ടേന്നേ. ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ പറയട്ടെ എന്നാണ്. കാരണം അങ്ങനെ ധാരാളം പേര് പറയുമ്പോൾ അത്ര കണ്ട് ആ ഷോ കൊഴുക്കുകയും ജനങ്ങളിലേക്ക് കൂടുതൽ എത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അവർ പറയട്ടെ. നെഗറ്റീവ്സ് ആണ് ഒരു ഷോയുടെ വിജയം എന്നൊക്കെ പറയുന്നത്. അതെ, നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ തന്നെയാണ്. ഇപ്പം ഇതൊക്കെ നമ്മുടെ പെർസ്പെക്റ്റീവ് അല്ലേ. ഞാൻ പറയുന്ന ഒരു പോസിറ്റീവ് വേറെ ആൾക്ക് ചില പോസിറ്റീവ്. ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ നിസ്സഹായനാണ്. എനിക്ക് അതിലെ 100-300ഓളം ടെക്നിക്കൽ ക്രൂസ് അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ ഉറക്കമുളച്ച് പണിയെടുക്കുകയാണ്. അവരിലൊരാൾ മാത്രമാണ് ഞാൻ. അതിലെനിക്ക് കൃത്യമായ റെസ്പോൺസിബിലിറ്റി അന്ന് ഏൽപ്പിച്ചിരുന്നു. ഞാൻ ബിഗ് ബോസിൻ്റെ പ്രധാന ആളായിട്ട് ഇപ്പോൾ ആ പ്രോജക്റ്റിലില്ല. എന്നിട്ട് ഞാൻ ഇപ്പോഴും പറയുമ്പോൾ എനിക്കൊരു എത്തിക്സ് ഉണ്ട്, അതിനെക്കുറിച്ച് എന്തൊക്കെ പറയണം എന്നുള്ളത്. എന്തൊക്കെയായാലും അതൊരു എന്താ പറയുക, ലോകം മുഴുവൻ അറിയുന്ന 56ഓളം രാജ്യങ്ങളിൽ നടക്കുന്നൊരു ഷോയാണ്. അപ്പോൾ പല രീതിയിലാണല്ലോ നമ്മൾ ഒരു മാവിൽ നിറയെ മാങ്ങ ഉണ്ടായാൽ പറിക്കുക അല്ലേ. അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറിക്കുക, അത്രേ ഉള്ളൂ. ഞാനതിൻ്റെ നല്ല മധുരമുള്ള മാമ്പഴം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വളരെ ഗ്രാറ്റിറ്റ്യൂഡോട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെയും സംസ്കാരവും ഒക്കെയാണല്ലോ അതിലെ അടിസ്ഥാനപരമായ സംസ്കാരം തന്നെ ഞാൻ പറയും. എന്താ പറയുക, ഏറ്റവും ഭംഗിയായി ഇവരൊക്കെ ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ പറയുക. ബിഗ് ബോസിനെ ഉപയോഗിക്കുന്നു. ആ ഒരു ബാനറിൽ അതിൻ്റെ ലേബലിൽ ഇവരൊക്കെ പറയുന്നത്, അതിനെ കുറ്റം പറയുക ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് നല്ലത് പറയുക ആയിക്കോട്ടെ, അതൊക്കെ ആ ഒരു ബാനറിൻ്റെ ചുവട്ടിൽ നിന്നാണ് എന്നത് മാത്രം ഒന്ന് ഓർത്താൽ മതി. അവസാനമായിട്ട് കത്തനാർ എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് എന്നൊക്കെ പറയുന്നത് മലയാളം ഇൻഡസ്ട്രി കാണുന്നതിനേക്കാൾ ആദ്യമായിട്ട് കാണുന്ന അത്രയും അടിപൊളി മേക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ. കത്തനാർ അത്രയും വലിയൊരു പ്രോജക്റ്റ് ആണെന്നുള്ളത് കൊണ്ടും ലോക പ്രേക്ഷകർ, മലയാളികൾ പ്രത്യേകിച്ചും വളരെ ക്യൂരിയോസിറ്റിയോടെയാണ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇരുന്നത് പറയേണ്ടതല്ല ആ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയല്ല, അതിലെ എല്ലാവരുടെയും കൂടെ ഞാൻ തീർച്ചയായും വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി, വളരെ ആങ്സൈറ്റിയോടു കൂടിയാണ് ഞാൻ ആ പ്രോജക്റ്റിനെ കാണുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതുപോലുള്ള ചോദ്യങ്ങൾ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറയാറുള്ളത്, ഇന്ത്യൻ സിനിമയിലെ ഒരു മഹാത്ഭുതം, ലോക സിനിമയ്ക്കുള്ള ഒരു വലിയ കോൺട്രിബ്യൂഷൻ എന്നതാണ് കത്തനാറിനെ കുറിച്ച് ഒറ്റ വാചകത്തിൽ പറയാൻ പറ്റുക. പിന്നെ ഗോകുലം പോലൊരു വലിയ കമ്പനിക്ക്, വലിയൊരു പ്രൊഡക്ഷന് മാത്രമാണ് ഇത്തരത്തിലൊരു പ്രോജക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ മുഴുവൻ ഗൗരവവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതിലെ ഓരോ ക്രൂവും, ഓരോ അഭിനേതാക്കളും, ഓരോ ടെക്നീഷ്യൻസും അതിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഏറ്റവും സിൻസിയറായിട്ട് ഇതിലെ ടെക്നീഷ്യൻസ് മുഴുവൻ അവരോട് ചോദിച്ചാൽ പറയും, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ് കത്തനാർ, അനുഭവമായിരിക്കും കത്തനാർ. അതിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ പണിയെടുക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ലൈറ്റ് യൂണിറ്റിൽ പ്രവർത്തിച്ച ആൾക്കാരോട് നിങ്ങൾ പേഴ്സണലി ചോദിച്ചു നോക്കുക, അവർക്കും വലിയൊരു അനുഭവമായിരുന്നു അത്. തന്നെയല്ല, മലയാളം പോലെ ചെറിയൊരു ലാംഗ്വേജിൽ, ചെറിയൊരു മാർക്കറ്റിൽ ഇത്ര വലിയൊരു പരിപാടി ഏറ്റെടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നോട്, ഈ 150 ദിവസമൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യണേ ശ്രീകാന്ത് ഭായി? പ്രൊഡക്ഷനും പല പ്രൊഡക്ഷൻ ഹൗസുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് സാധാരണ ഡിസ്കഷൻസിൽ. അപ്പോൾ ഇത് 15 ഭാഷകളിലേക്കാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്ര കണ്ട് വലിയൊരു പരിപാടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞാൽ സ്പോയിലറായി പോവും.
ജയസൂര്യയുടെ ഏറ്റവും ഗംഭീര പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും. അനുഷ്ക ഷെട്ടിയാണ് അതിലേക്ക് ഏറ്റവും ഗംഭീര ക്യാരക്ടർ വേറെ ചെയ്തിട്ടുള്ളത്. പിന്നെ മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നും ഒക്കെയുള്ള വലിയ വലിയ ഗംഭീരം കക്ഷികൾ, നമ്മളൊക്കെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ചില ആൾക്കാരുടെ അമേസിങ് പെർഫോമൻസ് കുറേ കാലങ്ങൾക്ക് ശേഷം ട്രെയിലർ കണ്ടാൽ നമുക്ക് എപ്പിക്സിൻ്റെയും ഒക്കെ സഹായം ഉണ്ട്. അതിനൊക്കെ ഒത്തിരി കാര്യങ്ങൾ അതിലെ ചില സ്പേസസ് ഉണ്ട്, ക്രിയേറ്റീവായിട്ടുള്ള നമ്മുടെ ചില സ്പേസുകളുണ്ട്. ഇപ്പോൾ വടക്കൻ വീരഗാഥയൊക്കെ ഉണ്ടായതുപോലെ ഒരു സ്പേസ് ഉണ്ട് അവിടെ. ആ സ്പേസിനെ ഏറ്റവും ഭംഗിയായിട്ടാണ് റോജിൻ അത് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റാമാണ് അതിൻ്റെ എഴുത്തുകാരൻ. റാമാണ് ബേസിക്കായിട്ടുള്ള തിരക്കഥ എഴുതിയുണ്ടാക്കിയിട്ടുള്ളത്. റോജിനും റാമും കൂടെയാണ് എഴുതിയത്. റാമിനെ കുറിച്ചിട്ട് അല്ലാതെയും നിങ്ങൾക്കറിയാമല്ലോ, റാം ഗംഭീരമായിട്ടുള്ള ഹിസ്റ്റോറിയനാണ്, ഗംഭീരം കക്ഷിയാണ്, റിസർച്ച് ചെയ്യുന്ന ആളാണ്. ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി റിസർച്ച് ചെയ്തിട്ടാണ് ആ സിനിമയുടെ തിരക്കഥ എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ കത്തനാർ എന്ന് പറയുന്ന സിനിമ ഒരു വമ്പൻ വിജയമാകട്ടെ. അവിടെ ഒരു ഭാഗ്യം എന്നൊരു വാക്ക് നമുക്ക് കൂട്ടിച്ചേർക്കാം. അതെ, ചേർക്കാം വേണമെങ്കിൽ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രോജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് പക്ഷേ നമ്മളെക്കുറിച്ച് നേരത്തെ അറിയാവുന്നത് കൊണ്ടും നമ്മൾ അതിലൂടെ നമ്മളുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഒക്കെ തന്നെയാണ് എന്നെ ആ പ്രോജക്റ്റിലേക്ക് വിളിച്ചത്. അവിടെയും ആ സിനിമ ഉണ്ടായത് ഞാനതിന് ഏറ്റവും വലിയ ഭാഗ്യമായി വേണമെങ്കിൽ കാണാൻ പറ്റുന്നത് ഗോകുലം എന്ന് പറയുന്നൊരു വലിയൊരു പ്രൊഡക്ഷൻ. നമ്മളെന്ത് പറഞ്ഞാലും നമ്മൾ കഥകളുടെ കുഴപ്പമാണല്ലോ. ഈ കഥ ഇങ്ങനെ പറയുമ്പോൾ ഇത് എങ്ങനെ പുറത്തു വരുന്ന അറിയാൻ വയ്യാതെ ഒരു 3 വർഷം 4 വർഷം മുമ്പ് ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് ഇൻവെസ്റ്റ് ചെയ്യുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായ ഒരു മൊമെൻറ്റിനെ ഞാൻ ഭാഗ്യം എന്ന് വിളിക്കാം. അപ്പോൾ ചേട്ടൻ്റെ ഇനിയും ഒരുപാട് സംവിധാനങ്ങൾ, ഇനിയും ഒരുപാട് സിനിമകൾ ഞങ്ങൾക്ക് കാണാൻ കഴിയട്ടെ. അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഇരുന്നതിന്. താങ്ക് യു സോ മച്ച്.